ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ, നീയെ മാനവും മഹത്വവും നിനക്ക് മാത്രമേ. മാറാത്ത മിത്രം യേശു, എന്റെ ദേവാദിദേവൻ യേശു. ആ കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ, നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ, നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രമേശു, എന്റെ ദേവാദിദേവനേശു, നിത്യനാം ദൈവമേശു, എന്റെ രാജാധിരാജനേശു. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ ശാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെയുള്ള എന്തോരാനന്ദമേ നാദ ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ ഘോഷിക്കും
ശക്തി എന്നിൽ നാഥ നിനക്കായി പോയിടാ വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ തരും നീതാ പാടിടും പാടിടും ഞാൻ ഘോഷിക്കും ദൈവസഭ ചേർന്ന് ഭക്തിയോടെ ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം പാടിടും പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം അത്യുന്നതൻ മഹോന്നതൻ ഓ യേശുവേ നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ മാറാത്ത മിത്രമേശു എന്റെ ദേവാദിദേവനേശു നിത്യനാം ദൈവമേശു എന്റെ രാജാധിരാജനേശു പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില നിരാശ ഇനി എന്നെ തൊടുകയില്ല പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല ഓ എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില നിരാശ ഇനി എന്നെ തൊടുകയില്ല പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ യാഹേ അങ്ങെന്നുമെൻ ദൈവം തലമുറ തലമുറയാ യാഹേ അങ്ങെന്റെ സങ്കേതം തലമുറ തലമുറയാ നീ മയങ്ങുകിൽ നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല
ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ, രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ, നീ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ We praise the Lord. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകലിൽ നാം ആയിരിക്കുമ്പോൾ ശക്തിയോടെ കർത്താവിനെ ആരാധിപ്പാൻ, ആ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് ചേർന്ന് അടുത്ത ഗാനങ്ങൾ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് ശക്തിയോടെ നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ
ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കര പോക്കി. പാവന നീളം തന്നു പാപത്തിൻ കര പോക്കി. രക്ഷിച്ചതാലെന്നെ ഞാൻ എന്നാടും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലെന്നെ ഞാൻ എന്നാടും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിടുമ്പോ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിടുമ്പോ. മന്ദേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോര. മക്കേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോര. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിൻ ശക്തിയായി ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കൂ. നിൻ ശക്തിയായി ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കൂ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനേ, ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൻ കര പോക്കി. പാവന നീളം തന്നു പാപത്തിൻ കര പോക്കി. രക്ഷിച്ച കാലങ്ങി ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലിന്റെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ
ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കൂ. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കൂ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ ശക്തിയായ ചീടുക. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യരേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലെ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, പിന്മനമുണർന്നു വേല ചെയ്യുവാൻ. ഒട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. ഒട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നീന്തിയിട്ടല്ലാതെ കഴപ്പാൻ വയ്യാത്ത നീരുറവയെന്നു ശക്തിയോടെ. നീന്തിയിട്ടല്ലാതെ കഴപ്പാൻ വയ്യാത്ത നീരുറവയെന്നു തുറക്കണതാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ മുൻമഴ നൽകണം, മുൻമഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുക. ഓ മുൻമഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു. ഓ മുൻമഴ നൽകണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ ആമീൻ. ചൈതന്യം നൽകണം, അവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, അവജീവൻ വേണം, നിത്യതയിലെത്തി കുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. കുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദി. ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നു തുറക്കണതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം.
ശക്തിയാലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലെ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലും കയറ്റാം. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലും കയറ്റാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, പിഞ്ചനമുണർന്നു മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. 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 മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, പിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, hallelujah, hallelujah, hallelujah. Praise the Lord, hallelujah, hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Praise the Lord, hallelujah, hallelujah. ദൈവമേ, hallelujah. Praise the Lord, hallelujah. Praise the Lord, hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ പാട്ടുകൾ തന്നു, അങ്ങേ പാടുവാനും സ്തുതിപ്പാനുള്ള അവസരം തന്നു. യഹോവയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള വചന ശുശ്രൂഷകളെയും ദൈവം മാനിക്കണം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതാത് സ്ഥാനങ്ങളിലിരിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിവസക്കാലം വെള്ളിയാഴ്ച മുതൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും യഹോവയായ ദൈവം നമുക്ക് അവസരം നൽകി തന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാൻ, വാഴ്ത്താം. കർത്താവ് അതിഥികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, അല്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവം വിടുവിക്കട്ടെ, സഹായിക്കട്ടെ, എല്ലാവരെയും ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്നിധിയിൽ now I welcome you all in this Sunday service. Our great Father God is here. He is with us. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് സംസാരിക്കാനും ഇടപെടുവാനും ഇടയായി. ഇന്ന് ആമുഖമായി അല്പം പോലും സമയം ഞാൻ എടുക്കാതെ കർത്താവിൻ്റെ ദാസിക്ക് വേണ്ടി തുറന്നുള്ളതായ വചന ശുശ്രൂഷയ്ക്കുള്ളതായ സമയം ഞാൻ വേർതിരിക്കുവാൻ പോവുകയാണ്. അതിനുശേഷമായി വിശുദ്ധ തിരുവത്താഴമുണ്ട്. തിരുമേശിയും ആ ശുശ്രൂഷകൾ അവസാനമായി നടക്കുന്നതായിരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസി ഡോക്ടർ അനു കെന്നത്ത് മുൻപോട്ട് കടന്നു വരികയും ഒരു മൈക്രോഫോൺ കൊടുക്കുക. അനു കെന്നത്ത് മുൻപോട്ട് കടന്നു വരും, ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. തുടർന്നുള്ളതായ ശുശ്രൂഷയ്ക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഇന്ന് വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ ദാസിയെ സ്വാഗതം ചെയ്യുന്നു. കരങ്ങളടിച്ച് പ്രിയ സഹോദരിയെ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യും. Praise Lord.
കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. വിശുദ്ധ ഞായറാഴ്ച ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി നന്ദി പറയുകയാണ്. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ മഹാഭാഗ്യ പദവി ഓർത്തും പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന് സകല മഹത്വവും പറയുന്നു. ഒരിക്കൽ കൂടി ഈ ആലയത്തിൻ്റെ ശുശ്രൂഷകനായി കർത്താവാക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്ത ദാസൻ പാസ്റ്റർ മോൻസി അവർകൾ, തന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷക്ത ദാസന്മാർ, ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന സഭയിലെ പ്രിയപ്പെട്ടവർ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത സഹോദരങ്ങൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ രാത്രികാലം പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം, സ്തോത്രം, ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിനകത്തു ദൈവാത്മാവ് തൊടട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണെന്ന്? Our God is a God of generations. Amen. ഇത് ഞാൻ പറഞ്ഞത് ഇന്നിവിടെ പാടിയ പാട്ടും പാസ്റ്റർ വായിച്ച സങ്കീർത്തനവും ഒക്കെ കേട്ടപ്പം പെട്ടെന്ന് തോന്നിയതല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മെസ്സേജും അത് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാമോ? 2 തിമോത്തിയോസ് 1:3. 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 3. മോളെ എൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. എല്ലാവരും വേദപുസ്തകം തുറന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ആ വാക്യം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു നിന്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഇനി എന്നെ ശ്രദ്ധിക്കണേ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാം, മോനെ തിമോത്തിയോസേ, ഞാൻ എൻ്റെ രാവും പകലും എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർക്കുന്നുണ്ട്. രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്ക് മാത്രമല്ല, വൈകുന്നേരം മാത്രമല്ല, ഏതെങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമല്ല, എപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ രാവും പകലും ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ നിന്നെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ആമേൻ. അത് മാത്രമല്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് പല ഓർമ്മകളിലേക്കും എന്നെ കൊണ്ടുപോകുന്നുണ്ട്. എന്താ ഞാൻ ഓർക്കുന്നത്? തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറിയ ശാപത്തിൻ്റെ കഥകളല്ല, പാപത്തിൻ്റെ ബന്ധനമല്ല, രോഗത്തിൻ്റെ കെട്ടുകളല്ല. എനിക്കോർക്കാനുള്ളത് നിന്റെ പൂർവ തലമുറയിൽ കത്തിയ വിശ്വാസം നിന്നിലും കത്തുന്നുണ്ട്. എനിക്ക് നിർബന്ധമുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ വചനം പറയുമ്പോൾ അത് തിരിച്ച് എന്നിലേക്ക് കയറി വരുന്നതായിട്ട് എനിക്ക് തോന്നരുത്. അത് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. ആമേൻ. വചനം പറയുമ്പോൾ ആ വചനം ക്രിയ ചെയ്യണമെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. അത് പ്രാസംഗികരെ എൻകറേജ് ചെയ്യാനാന്ന് കരുതരുത്. അത് ക്രിയ ചെയ്യണമെങ്കിൽ അത്തരം തുറന്നു കരമടിച്ചോയ്ക്ക് വചനത്തോട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് ദൈവത്തിന് തോന്നണം. ആമേൻ. ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രവചന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഒത്തിരി പേരോട് ദൂതുകൾ പറയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, എപ്പോഴാണെന്നറിയാമോ ഈ പ്രവചനങ്ങളും വചനങ്ങളും ഒക്കെ നിവർത്തീകരിക്കപ്പെടുന്നത്? അവരുടെ ഹൃദയം കൊണ്ട് അവരതിനെ എങ്ങനെയാ റിസീവ് ചെയ്യുന്നത്, അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് നോക്കുന്ന സ്വർഗമുണ്ട്.
അതിനോട് എങ്ങനെയാ സഹകരിക്കുന്നതെന്ന് നോക്കുന്ന കർത്താവുണ്ട്. അതിനനുസരിച്ചാണ് ആമേ ആ ടൈം പീരീഡിനെ സ്വർഗം സെറ്റ് ചെയ്യുന്നത്. ആമേ ആമേ. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന വചനം നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി കർത്താവ് തന്ന ദൂതാണ്. അതിനെ കേൾക്കുക, അതിനെ റിസീവ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ആമേ ആമേ. പൗലോസ് പറയാ, നിന്റെ അമ്മയിലും വലിയമ്മയിലും ഒക്കെ കത്തിയ വിശ്വാസം ഉണ്ടല്ലോ, അത് നിന്നിലും കത്തുന്നത് പരിശുദ്ധാത്മാവ് ഭയങ്കര സന്തോഷത്തോടെ ഓർക്കുകയാ. ആമേ. എന്നു പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു തലമുറയിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് അവർ മൺമറഞ്ഞു പോയാലും അവരുടെ ശരീരം മണ്ണിനകത്ത് ആയിപ്പോയാലും ആമേൻ അവരിൽ മേൽ വ്യാപരിച്ച ആത്മാവ് അവരുടെ അടുത്ത തലമുറകളിലേക്ക് പകരുമെന്ന്. ഇത് മൂവിങ് സ്പിരിറ്റാണ്. എന്തോ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് മൂവ് ചെയ്യുന്ന സ്പിരിറ്റാണിത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അടുത്ത തലമുറകളിലേക്ക് പകർത്തിക്കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ആമേൻ. തെളിവുണ്ടോ? തെളിവ് ഞാൻ തരാലോ. ഒരിക്കൽ ഏലിയാവെന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വേർതിരിച്ചു. വളരെ ശ്രദ്ധിച്ചേക്കണേ, ശാന്തമായിട്ടേ പറയത്തുള്ളൂ. ഓരോ വാക്കും അതിശക്തമായ ദൂതായിട്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക. ആമേ. ഒരിക്കൽ ഏലിയാവെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം വേർതിരിച്ചു. വലിയ അഡ്രസ് ഉണ്ടോ? ഇല്ല. വലിയത് പറയാനുണ്ടോ? ഇല്ല. അപ്പനാരാ അമ്മയാരാ അറിയത്തില്ല. ആമേ സ്തോത്രം. വലിയ വേദപുസ്തകം ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേദപുസ്തകത്തിനകത്ത് പറയുന്നില്ല. പക്ഷേ ഏലിയാവിനെ വേർതിരിച്ച ഉടനെ ദൈവം പറയാം, നീ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് പോയിട്ട് പറയണം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് പോയിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ അന്തരീക്ഷ മണ്ഡലത്തിനകത്തൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ ആ ഭക്തന്റെ മേൽ വ്യാപരിച്ച ആത്മാവിന്റെ പേരാണ് ധൈര്യത്തിന്റെ ആത്മാവ്. എന്താണ്? എന്താ? ധൈര്യത്തിന്റെ ആത്മാവ്. കഴിഞ്ഞില്ല. 1000-10,000 അപ്പുറത്തു നിൽക്കുമ്പോഴും ഏലിയാവ് പറയാ, ഞാൻ നോക്കുമ്പോഴേ സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥ തീ ഇറങ്ങത്തോളൂ. ആമേ. എന്തൊക്കെ തത്രപ്പാടോ ബെത്തപ്പാടോ ഇട്ട് നിങ്ങൾ രാവും പകലും വായിട്ടലച്ചാലും ഞാൻ നോക്കിയാലേ തീ ഇറങ്ങത്തോളൂ. ഇതിന്റെ പേരാണ് ഉറപ്പിന്റെ സ്ഥിരതയുടെ ആത്മാവ്. കഴിഞ്ഞില്ല. നമ്മൾ പറയും ഏലിയാവ് ക്ഷീണിച്ചു, ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അറിയാമോ? ഒരു പ്രസംഗത്തെയും ഞാൻ ഖണ്ഡിക്കുകയല്ല. പക്ഷേ എനിക്ക് തന്നിരിക്കുന്ന വെളിപ്പാടിൽ ഞാൻ അതിനെ നോക്കുന്നത് ആമേസ്തോത്രം, ജീവൻ അങ്ങ് പോയാലും സാരമില്ല, ഇസബേലിന്റെ കാല് നക്കാൻ എന്നെ കിട്ടത്തില്ല. അതല്ലേ അതിന്റെ അർത്ഥം? ഇസബേലിയ സിസ്റ്റത്തോട് കോംപ്രമൈസ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. മരിച്ചാലും സാരമില്ല. Yes, praise God. നാട് മുഴുവൻ ഒരു സിസ്റ്റത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ഭീഷണിയുടെയും പാപത്തിന്റെ സിസ്റ്റത്തോട് കൂടെ ചേരാതെ അതിനെ എതിർത്തു നിൽക്കാൻ പറ്റുമെങ്കിൽ, ആമേൻ, ആമേൻ സ്തോത്രം, ഭക്തന്റെ മേൽ വ്യാപരിച്ച ആത്മാവ് എന്തോരം ശക്തിയുടെ, ബലത്തിന്റെ, ഉറപ്പിന്റെ, സ്ഥിരതയുടെ, ധൈര്യത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന് തോന്നി ഇദ്ദേഹത്തെ എടുക്കുന്നതിന് മുൻപ് ഇങ്ങനത്തെ യഥാർത്ഥ അഭിഷേകത്തെയും ആത്മാവിനെയും ക്യാരി ചെയ്യുന്ന ഏലിയാവിൻ്റെ ഭൗമ ശരീരം ഈ ഭൗമിക മണ്ഡലം വിട്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് അത് എലീശയിലേക്ക് പകരപ്പെടട്ടെ. അല്ലേ? അത്
എലീഷയിലേക്ക് പകരപ്പെടട്ടെ. ശ്രദ്ധിക്കുക, കണ്ടിന്യൂഷനാണിത്, കണ്ടിന്യൂഷനാ. എലീഷ ഒന്നുകൂടെ 21 ദിവസം ഉപവാസം ചെയ്ത് പ്രാപിക്കുന്നതല്ല, ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുൻപ് വ്യാപരിച്ച യഥാർത്ഥ ആത്മാവിനെ എലീഷയുടെ മേൽ പകർന്നു കൊടുക്കുകയാണ്. യേഹൂനെ അഭിഷേകം ചെയ്യുക, അടുത്ത തലമുറയിലേക്ക് അത് വ്യാപരിക്കുക. അവിടം കൊണ്ടൊന്നും തീർക്കാൻ ദൈവം പദ്ധതിയിട്ടിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു, സംവത്സരങ്ങൾ കഴിഞ്ഞു. പഴയ നിയമം എഴുതി അവസാനിപ്പിച്ച് നീണ്ട 400 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ടുകൊണ്ട് മത്തായി പുതിയ നിയമ സുവിശേഷകൻ സുവിശേഷം എഴുതുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, സുവിശേഷങ്ങൾ തുടങ്ങുകയാ. ലൂക്കോസ് സുവിശേഷം എഴുതുകയാ. പെട്ടെന്ന് ദൈവത്തിന് തോന്നി, സെക്കറിയ പുരോഹിതൻ എന്ന് പറയുന്ന പുരോഹിതൻ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രായമായി, യാതൊരുവിധ പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷേ പെട്ടെന്ന് പുരോഹിതൻ ആലയത്തിന്റെ അകത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവം ഒരു ദൂതനെ ഇറക്കി. അയക്കപ്പെടുന്ന ദൂതനോട് സെക്കറിയാവിനോട് പ്രവചിക്കാൻ ഇങ്ങനെ പറഞ്ഞു: സെക്കറിയാവേ, നിനക്കൊരു മകൻ ജനിക്കും. നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സെക്കറിയാവേ, നിനക്കൊരു മകൻ ജനിക്കും. പേര് യോഹന്നാൻ എന്നിടണം. ലൂക്കോസ് 1:17 ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? ലൂക്കോസ് 1:17. നിനക്കൊരു മകൻ ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തിന് കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവനു മുൻപായി ഏലിയാവിന്റെ ആത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ പദം? നിങ്ങൾ ശ്രദ്ധിച്ചോ ആ പദം? എത്ര വർഷം കഴിഞ്ഞിട്ടോ? എത്ര സംവത്സരം കഴിഞ്ഞു പോയെന്നാ? കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയേ, വർഷങ്ങൾ കുറെ കടന്നുപോയേ. പക്ഷേ എവിടെയോ കിടക്കുന്ന സെക്കറിയാവിന് ഒരു മകൻ ജനിക്കട്ടെ എന്ന് ദൈവം പദ്ധതിയിട്ടപ്പോൾ ദൈവം പറയാ, യോഹന്നാൻ എന്ന് പറയുന്ന പേരിനെ ഞാൻ ഉരുവാക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നിയോഗത്തിനനുസരിച്ച് നടന്ന ഏലിയാവിനെ. ഏലിയാവും യോഹന്നാനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? നോ. എനി ബ്ലഡ് റിലേഷൻ? നോ. പക്ഷേ ഏലിയാവ് എടുക്കപ്പെട്ടിട്ടും ഒരുപക്ഷെ നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മരിച്ചാൽ ആരോർക്കും? അടുത്ത ഒരു തലമുറ, അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറ വരെ. പിന്നെ ആരോർക്കാനാ? പക്ഷേ കണ്ടോ, യഥാർത്ഥ അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന ഭക്തന്റെ പേര് വർഷങ്ങൾക്ക് ശേഷവും ദൈവം തന്റെ യാത്രത്തിനകത്ത് എടുക്കണമെങ്കിൽ ഇത് തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ആത്മശക്തിയല്ലേ? എനിക്കിവിടെ ഇരിക്കുന്ന യൂത്തിനോട് മാത്രമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന സകല ജനത്തോടും ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, എത്രയാ ആയുസ് എന്നുള്ളത് വിഷയമല്ല. ഇന്നേക്ക് നീ മണ്ണോട് ചേർന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വ്യാപരിച്ച, ഞാൻ കൊണ്ടു നടക്കുന്ന, ഞാൻ ക്യാരി ചെയ്യുന്ന ഈ ഗ്ലോറിയുടെ റലമുണ്ടല്ലോ, ഈ ആത്മാവിന്റെ അഭിഷേകമുണ്ടല്ലോ, എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടത് മാത്രമല്ല, എന്നെ കാണുന്ന അടുത്ത തലമുറകളിലേക്ക് എനിക്കത് ഒഴുക്കി വിടണം. ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഭയങ്കരമായി ഉയർത്തുന്നു. ഞാൻ ഇന്നുണ്ടാക്കുന്ന വീട്ടില്, ഞങ്ങൾ ഇന്ന് മേടിച്ച വീട്ടില് ഒരു 10-35 വർഷം കഴിഞ്ഞ് ആരാ താമസിക്കുന്നത്? ആർക്കറിയാം? ആരാ നമ്മളെ ഓർക്കുന്നത്? പക്ഷേ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലുണ്ടല്ലോ, ഓർക്കേണ്ട സ്വർഗം നമ്മളെ ഓർക്കും. ശരിക്കും ഈ കൂട്ടത്തിൻ്റെ മേൽ അങ്ങനൊരു നിയോഗത്തെ പരിശുദ്ധാത്മാവ് പകരുന്നുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ
ശക്തമായ നിലപാടെടുത്ത് ചിലതിനോടൊക്കെ എതിർത്ത് നിന്ന് ചിലതിനോട് നോ ഞാൻ പറയാം, ദൈവമക്കളായ നോ പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കാണിക്കണം. എല്ലാവരെയും പ്രസാദിപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തായാലും കുറ്റം പറയേണ്ടവര് നമ്മുടെ നാട്ടിൽ പറയല, എത്ര നല്ല സദ്യ ആയാലും പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി. ലൈവ് പോവുകയാണോ? പോകട്ടെ. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി 10 നല്ല കാര്യം ചെയ്താലും ഒരെണ്ണത്തിൽ ഒരിത്തിരി വന്നാൽ അത് മാത്രം ഇങ്ങനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കും. എല്ലാവരെയും സുഖിപ്പിച്ചും സോപ്പിട്ടും പ്രസാദിപ്പിച്ചും ഒന്നും നേടാനില്ല. തള്ളിപ്പറയേണ്ട സമയമാകുമ്പോൾ അന്തസ്സായിട്ട് തള്ളിപ്പറഞ്ഞിട്ട് പോകും. ഉപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി അടുത്ത ബെറ്റർ ഒരാളെ കാണുമ്പോൾ അന്തസ്സായിട്ട് നമ്മളെ തടഞ്ഞിട്ട് പോകും. പക്ഷേ എൻ്റെ ദൈവം അങ്ങനെയല്ല. ആമെ നിൽക്കുന്നെങ്കിൽ ആമെ വളരെ ഉറപ്പോടെ നിൽക്കാതെ അടുത്ത തലമുറയുടെ മേൽ വലിയൊരു അസറ്റായി മാറും. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, സിസ്റ്ററെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പ്രസംഗിച്ചിട്ട് പോകാം, ഞങ്ങൾ അനുഭവിക്കുന്ന പെടാപാട് ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ? ആമേ, എടുത്തു വെച്ച കടം ആലോചിക്കുമ്പോൾ, ജോലിയുടെ കാര്യം ആലോചിക്കുമ്പോൾ, ഈ രാജ്യത്ത് വന്ന് കിടന്ന് അനുഭവിക്കുന്ന സ്ട്രഗിൾ ആലോചിക്കുമ്പോൾ സത്യത്തിൽ ആഗ്രഹമുണ്ട് നിൽക്കണമെന്ന്. പക്ഷേ എവിടേക്കോ സാഹചര്യങ്ങൾ, അകത്തൊരു അഭിഷേകം ഉണ്ടെന്ന നല്ല ബോധ്യമുണ്ട്. പക്ഷെ അതൊന്ന് കത്തിച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റണ്ടേ? എന്തോരം പെടാപ്പാടാ. നല്ല സ്ട്രഗിളിൽ കിടന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയം. നിങ്ങളെന്ത് വിചാരിക്കുന്നത് നമ്മളാണോ ആദ്യമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്നതെന്നോ? നോ. നല്ല വൈഷമ്യത്തിൽ കിടന്ന ഒരു മനുഷ്യൻ എങ്ങനെ മുന്നേറിയെന്ന് കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ആമേൻ എൻ്റെ വാക്കിന് ഞാൻ വിരാമം വിടാം. ഒന്ന് എഹെസ്കേൽ 1:1 കൂടെ ഒന്ന് വായിക്കാമോ? എഹെസ്കേൽ എഴുതിയ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഈ ആത്മാവ് എങ്ങനെയാ ആമെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ തെളിയിക്കാം. വേഗത്തിൽ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. എഹെസ്കേൽ പറയുകയാണ്, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്തിരിക്കുമ്പോൾ ഞാൻ കേബാർ നദീതീരം പറഞ്ഞോ, ഓർക്കെ പറ, കേബാർ നദീതീരം. കേബാർ നദീതീരത്തിരിക്കുമ്പോൾ എഹെസ്കേൽ ഒരു ഭയങ്കര ദർശനം കാണുകയാ. എന്തൊരു ഈസിയാ, എന്നാ അത്ര ഈസി അല്ല. എല്ലാവർക്കും കേബാർ നദീതീരത്ത് ഓടിപ്പോകാൻ പറ്റും, പക്ഷെ എഹെസ്കേലിന് അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റത്തില്ല. കേബാർ നദീതീരം എന്ന് പറയുമ്പോൾ തൻ്റെ ചങ്ക് തകരും. എന്തേ കാരണം? സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം കൂടെ നിന്നോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച തൻ്റെ ജീവന്റെ പാതിയായവൾ, തൻ്റെ ഭാര്യയായിരുന്നവൾ മരിച്ചപ്പോൾ അടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് കേബാർ നദീതീരം. കേബാർ നദീതീരത്തിന്റെ നടുവിൽ കാൽ ചവിട്ടുമ്പോൾ താൻ ആദ്യം കാണുന്നത് തൻ്റെ ഭാര്യയെ അടക്കം ചെയ്ത സ്ഥലമാണ്. അവിടെ ചെന്ന് നിൽക്കുന്ന ഉടനെ അന്യഭാഷയിൽ അരമണിക്കൂർ ആരാധിച്ച് ദർശനം പ്രാപിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? അവിടെ കാൽ ചവിട്ടുമ്പോൾ ഏതൊക്കെ മെമ്മറികളായിരിക്കും തന്നെ കയറി പിടിക്കുന്നത്? താൻ പച്ചയായ ഒരു മനുഷ്യനല്ലേ ദൈവമക്കളെ? പെട്ടെന്നുണ്ടായ വേർപാട്, അത്രയും നാൾ തുണയായി കൂടെ നിന്നവൾ, ആമേ സ്തോത്ര, ഹല്ലേലൂയ സ്തോത്ര, തണുത്തുറഞ്ഞ ശരീരം, ആമേ സ്തോത്ര, തൻ്റെ കരം കൊണ്ട് അതിനെ അടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ അടുക്കൽ വന്നു നിൽക്കുമ്പോൾ ഏതെല്ലാം നിലവാരത്തിൽ തൻ്റെ ആമേ നെഞ്ച് തകർന്ന് കീറുന്നുണ്ടാകാം. അവർ ഒരുമിച്ചിരുന്ന നിമിഷങ്ങൾ ആലോചിക്കുവോ? വേർപാടിന്റെ ദുഃഖം സഹിക്കാൻ പറ്റുന്നതാണോ?
എത്ര വലിയ ഭക്തനാണെങ്കിലും ആ വേദന വേദനയാണോ? ആമേൻ. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആ സ്ഥലം കാണുമ്പോൾ ഒരു പക്ഷേ ഇരുന്ന് കരഞ്ഞ് ഒരു പക്ഷേ താൻ ഡിപ്രഷനിലേക്ക് പോലും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആമേൻ, ദൈവത്തിന് നിർബന്ധം ഇവൻ്റെ മുൻപിൽ സ്വർഗം തുറക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ഈ സ്ഥലത്ത് തന്നെ പോകണമെന്ന്. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കാണിച്ചാൽ പോരെ? എന്തിനാ ആ സ്ഥലത്ത് തന്നെ കൊണ്ടിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ദൈവം പറയാം, നോക്ക്, 1000-10,000 കൂടുന്ന ക്രൂസൈഡിന്റെ നടുവിൽ നിന്ന് കരമുയർത്താനും ഹല്ലേലൂയ പറയാനും ആമേൻ പറയാനും വർഷിപ്പ് ടീം തകർത്തു വെച്ച് ആരാധിക്കുമ്പോൾ കൂടെ 2 വരി പാടാനും ആർക്കാ പറ്റാത്തത്? പക്ഷെ തികച്ചും ഒറ്റപ്പെടലിന്റെ വേദനയുടെ നടുവിൽ കിടക്കുമ്പോൾ ആരാണോ സ്വർഗത്തെ നോക്കാൻ പഠിക്കുന്നത് അവൻ ജയത്തോടെ മുൻപോട്ട് പോകും. ഇത് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് കയറി വന്ന നഷ്ടത്തിന്റെ ഓർമ്മയിലിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ദൂത് ഇവിടെ പറയുകയല്ലോ. പെട്ടെന്ന് ബന്ധങ്ങൾക്കിടയിൽ വന്ന വിള്ളലുകൾ, മരണം കൊണ്ടോ അല്ലാതെ കൊണ്ടോ ആ ബന്ധം മുറിഞ്ഞു പോയതായിട്ട് ആ ഒരു നഷ്ടബോധത്തിനകത്തിരിക്കുന്നവർ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇന്ന് ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പാസ്റ്റിൽ ജീവിക്കുന്ന ഒത്തിരി പേർ ഇതിനകത്തുണ്ട്. പാസ്റ്റിൽ ജീവിക്കുന്നവർ ചില ഓർമ്മകളൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വന്ന് കയറിയിട്ട് അതേപോലെ മൗനമായി മണിക്കൂറുകളോളം അങ്ങനെ വന്നിരിക്കുന്ന നികത്താൻ പറ്റാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, താങ്ങാൻ പറ്റാത്തതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഇതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ 19 വയസ്സോളം തള്ളി അങ്ങ് പൊയ്ക്കോളാമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവം പറയാ, നോ, നിന്നെ കണ്ടത് സ്വർഗീയ ദർശനങ്ങളെ കാണാനാ യെഹെസ്കേലേ. സ്തോത്രം. ഓർമ്മകൾ കയറി പിടിക്കത്തില്ലെന്ന് സ്വർഗം പറയുന്നില്ല. പക്ഷേ അല്പം കരയേണ്ടി വന്നാലും അടുത്ത തലത്തിലോട്ട് നീ മൂവ് ചെയ്യണം. നീ അവിടെ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. ഈ ദൂത് ഭയങ്കരമായി, എനിക്കറിയത്തില്ല, ഞാൻ ഈ ദൂതിനെ കരമുയർത്താൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യും. റോസിയ റകാമന റിഗമന ഘടരകം തുരാ ദിഗാറികൾ കസിയ. അത് ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് കിടന്നോട്ടെ, അതിനൊന്നും ദൈവത്തിന് വിരോധമില്ല. പക്ഷേ അതും പിടിച്ചു വെച്ച് സമയത്തെ വേസ്റ്റാക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. പ്രാർത്ഥനയുടെ സമയത്തെ, സന്തോഷിക്കേണ്ട സമയത്തെ, ദൈവസന്നിധിയിൽ എൻജോയ് ചെയ്യേണ്ട സമയത്തെ വേസ്റ്റാക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. അടുത്ത തലത്തിലോട്ട് മൂവ് ചെയ്യേണ്ട സമയമായെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. റിലേഷൻഷിപ്സിനകത്ത് വന്ന എല്ലാ മുറിവുകളും, എല്ലാ ഇന്നർ വൂൺസിനും ഇന്ന് പകൽക്കാലം ദൈവം അതിനെ ഹീൽ ചെയ്യട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യെഹെസ്കേൽ സ്വർഗത്തിലേക്ക് നോക്കി, ദർശനത്തെ ദൈവം കാണിച്ചു. ആ ഒറ്റപ്പെടലിന്റെ കണ്ണുനീരിന്റെയും അനുഭവത്തിൽ ഇരിക്കുമ്പോഴും താൻ ദൈവ നിയോഗത്തിനു വേണ്ടി നിൽക്കുകയാണ്. മാനസിക വൈഷമ്യങ്ങൾ ഉണ്ടോ? ഉണ്ട്. എന്താ യെഹെസ്കേലേ ഇപ്പോഴും നിൽക്കുന്നത്? യെഹെസ്കേല് പറയാ, മാനുഷികമായി മാറി മറിഞ്ഞു വരുന്ന വൈകാരിക പ്രകടനങ്ങളെക്കാൾ വലുതാണ് ദൈവഹിതം. നിങ്ങൾക്ക് കേൾക്കണോ? ആ വേദനയുടെ നടുവിലിരിക്കുന്ന മനുഷ്യനെ, നിങ്ങൾ പ്രശ്നമായത് കൊണ്ടല്ലേ ദൈവത്തിനു വേണ്ടി നിങ്ങൾക്ക് കത്തി ജ്വലിക്കാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നേ.
സാഹചര്യത്തെയല്ലേ നിങ്ങൾ പഴിചാരുന്നേ. കേൾക്കണോ? ആ ഒറ്റപ്പെടലിന്റെ വേദനയ്ക്കകത്തിരിക്കുമ്പോഴോ ദൈവം കാണിച്ച ദർശനം എന്താണെന്ന് ഞാനത് വായിപ്പിക്കാൻ സമയമെടുക്കുന്നില്ല. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോയി ആ 1-ാം അധ്യായം ആത്മാവിൽ ഇന്ന് ഇരുത്തി വായിക്കണം. അതിനകത്ത് ദൈവം കാണിച്ചത് ഒരു ഏഞ്ചലിക് ക്രീച്ചറിനെയാണ്, ഒരു ദൂതനെയാണ്. ആ ദൂതന്റെ പേരാണ് ഒഫനീം. പറ ഒഫനീം, പറ ഒഫനീം. ഓഫൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? What is the meaning of word orphan? Orphan അല്ല, ഓഫൻ. ഓഫൻ എന്ന് പറഞ്ഞാൽ വീൽ, ചക്രം. ചക്രം. ഒഫനീം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ്. ചക്രത്തിന്മേൽ ചക്രം, അല്ലെങ്കിൽ വീൽ വിത്തിൻ വീൽ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഒരു ചക്രം, അതിൻ്റെ അകത്ത് വേറൊരു ചക്രം, അതിൻ്റെ നടുവിൽ 2 കണ്ണ്. ഇതൊരു ഏഞ്ചലിക് ക്രീച്ചറാണ്. ഇതൊരു സ്വർഗീയ ദൂതന്റെ വേർഷനാണ്. ഈ ദൂതന്റെ പേരാണ് ഒഫനീം. എന്താ ഈ ദൂതന്റെ പ്രത്യേകത എന്നറിയാമോ? എന്തിനാ ഈ ദൂതനെ യെഹെസ്കേലിന്റെ ഒറ്റപ്പെടലിൽ ദൈവം കാണിച്ചെന്നറിയാമോ? ഈ ദൂതൻ, ഇത് ഞാൻ പുറത്തു നിന്നല്ല, ഈ 1-ാം അധ്യായത്തിൽ തന്നെ വ്യക്തമായി ബൈബിൾ തന്നെ വായിച്ചാൽ മതി, ഒരു ബുക്കും റെഫർ ചെയ്യണ്ട, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. യെഹെസ്കേൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ഒഫനീം എന്ന് പറയുന്ന ദൂതൻ തന്റെ കണ്ണിന് മുൻപാകെ ഈ ദർശനത്തിൽ ഇങ്ങനെ നിൽക്കുക. ഒരു വീല്, അതിനകത്ത് വേറൊരു വീല്, നടുക്ക് 2 കണ്ണ്. താൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ചക്രമുണ്ടല്ലോ, ഈ വീലുണ്ടല്ലോ, ഇത് സ്പിരിറ്റുമായി കണക്ട് ചെയ്തിരിക്കുക. എന്തുവാ? ഇത് ആത്മാവുമായി കണക്ട് ചെയ്തിരിക്കുക. ആത്മാവ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഈ വീലും ലെഫ്റ്റിലോട്ട് പോകും. ആത്മാവ് റൈറ്റിലോട്ടാ മൂവ് ചെയ്യുന്നെങ്കിൽ ഈ വീല് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ആത്മാവ് പൊങ്ങുമ്പോൾ ഈ ചക്രവും പൊങ്ങും. ആത്മാവ് നിൽക്കുമ്പം മാത്രമേ ഈ ചക്രം നിൽക്കത്തുള്ളൂ. എന്തോ മനസ്സിലായി? എന്തോ മനസ്സിലായേ? ഈ ദർശനമാണ് യെഹെസ്കേലിനെ ബലപ്പെടുത്തിയത്. യെഹെസ്കേലിന് ഒരു കാര്യം മനസ്സിലായി, ജീവിതത്തിനകത്ത് ഏതൊക്കെയോ പ്രതീക്ഷകൾ അവസാനിച്ചു, സാഹചര്യത്തിന്റെ പ്രതികൂലതകൾ തന്നെ കയറിപ്പിടിച്ചു, ഭയങ്കരമായ നിരാശയുടെ വഴികൾ തൻ്റെ മുമ്പിൽ, തനിക്കൊന്നുമില്ല പ്രത്യാശിക്കാം. പക്ഷേ യെഹെസ്കേലിന് ഒരു കാര്യം മനസ്സിലായേ, ചക്രം ആത്മാവുമായി കണക്ട് ചെയ്തതുപോലെ ആ ഏഞ്ചലിക് ക്രീച്ചറിനെ തന്റെ മുൻപാകെ കാണിച്ച് ദൈവം വിവേചിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്പിരിറ്റുമായി കണക്റ്റഡ് ആണ്. നോക്ക് കുഞ്ഞുങ്ങളെ, സ്പിരിറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ആത്മാവ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നിങ്ങളും ലെഫ്റ്റിലോട്ട് പോകണം. എന്തൊക്കെ വന്നാലും ആത്മാവ് നിൽക്കാൻ പറയാതെ നിങ്ങൾ നിൽക്കരുത്. ഇത് മൂവിങ് സ്പിരിറ്റ്. You are not supposed to stuck in anywhere. കാരണം നിങ്ങളുമായി ബന്ധപ്പെടുത്തിയ ആത്മാവ് നടന്നുകൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചലിച്ചേ പറ്റത്തുള്ളൂ. പറ, ഈ വാഗ്ദത്ത ദേശത്തിന്റെ മണ്ണിൽ എന്താ ചലിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഫ്രണ്ട്സ് തരുന്ന എൻകറേജിംഗ് വേർഡ്സ് അല്ല, കൊളീഗ്സ് തരുന്ന ഈ ആശ്വാസത്തിന്റെ വാക്കല്ല, അവരുടെ ചില കുത്തുവാക്കുകൾ കേട്ട് നിൽക്കാനാ ഭാവമെങ്കിൽ എല്ലാ കാലവും നിന്നു പോകും. പരിശുദ്ധിയപ്പ പറയുന്നത്, ഒരു മനുഷ്യനെ കണ്ടിട്ടല്ലോ ഇവിടെ കൊണ്ടാക്കിയത്. ആത്മാവ് ചലിക്കുമ്പോൾ നിങ്ങളും ചലിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധിയപ്പാവ് ഭയങ്കരമായി പ്രവചിക്കാൻ പറയുകയാ. എവിടെയോ മാസങ്ങൾ കൊണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ചില അനുഭവത്തെ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്തിട്ട് ചിലതിനെ മുൻപോട്ട് ദൈവത്തിന്റെ അപ്പാവ് വിടുക. അങ്ങനെ തോന്നുന്നവരുണ്ടോ? എവിടെയോ പിടിച്ചു നിർത്തിയതുപോലെ. നമ്മൾ ഈ ട്രെയിൻ പോകുമ്പോൾ ഒരു ചങ്ങലയുണ്ടല്ലോ, അവിടെ അതിനകത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ സഡൻ സ്റ്റോപ്പ് ആകത്തില്ലേ? ഇതേപോലെ എവിടെയോ പിടിച്ച് പെട്ടെന്ന് സ്റ്റോപ്പാക്കി സ്റ്റക്ക്
എന്നിട്ട് അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. 4 ഭാഗം കെട്ടിയടക്കപ്പെട്ടതുപോലെ പരിശുദ്ധ പറഞ്ഞു, ഇന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചോ. സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം ചിലതിൻ്റെ ശരീരത്തിനകത്ത് വന്ന് കയറി ചിലതിൻ്റെ അകത്തളങ്ങളെ അത് കത്തിച്ചുകൊണ്ട് മൂവ് ചെയ്യിപ്പിക്കാൻ നീ അതും ഇതും കണ്ടു മാറി നിൽക്കരുത്. അക്കരയ്ക്ക് പോകാൻ ഉള്ള നിർബന്ധം കൊണ്ട് തന്നെയാ ശിഷ്യന്മാർ പടകിൽ കയറിയത്. അവൻ അവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു എന്നെഴുതിയിരിക്കുന്നു. നിർബന്ധം മൂലം തന്നെ അവർ വണ്ട് കയറിയത്. അവരുടെ ഇഷ്ടമായിരുന്നില്ല, അത് ദൈവത്തിന്റെ നിർബന്ധമായിരുന്നു. പക്ഷെ കയറിയവർ എത്തുമോ എന്ന് നിരാശപ്പെടുമാറ് വഴിമധ്യേ അനുഭവിച്ച പ്രയാസം ചെറുതൊന്നുമായിരുന്നില്ല. പക്ഷേ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടവൻ, പോകാൻ പറഞ്ഞവൻ ആ പടക് മുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. സിസ്റ്ററെ, സ്വത്രം വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെട്ട് ആ പടകിനെ മൂവ് ചെയ്യിപ്പിച്ച് അതിനെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചിരിക്കും. ജീവനോ പ്രാണനോ നാശനഷ്ടങ്ങളോ ഒന്നും, കേടുപാടുകൾ വരാതെ, ഹാനികൾ വരാതെ. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ നിമിഷം എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ. റോബ റഗന തരഗതിയ നെഗപ്തറ അന്തപ്രൗഢ പോയിന്റുകൾ എഴുതി വെച്ച പ്രസംഗമല്ല നമുക്ക് വലുത്. ഇന്ന് പകൽക്കാലം ചലിക്കുന്ന ദൂതുകൾ, അതിനകത്തു നിന്ന് വ്യക്തമായ ഡെലിവറൻസ് പ്രാപിച്ചിട്ടേ ഈ ആലയം വിട്ടു പോകാവൂ. റിഗമന ഘടരകം ധുരാധികല. ചില ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർ, ചില പ്രത്യേക നാഴികകളെയും സമയങ്ങളെയും ഓർത്തിരിക്കുന്നവർ, മടുത്തിട്ടിട്ട് പോകാൻ തുടങ്ങുന്നവർ, ഗീവ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്നവർ, ഇനി പറ്റത്തില്ലെന്ന് പറയുന്നവർ, പരിശുദ്ധ അപ്പാവ് പറയുന്നു, എന്തോ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വിട്ടത്, എന്ത് ശബ്ദം തന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വിട്ടത് അറിയുന്നുണ്ടോ? നിങ്ങൾ സ്പിരിറ്റുമായി കണക്റ്റഡ് ആണ്. ഹോളി സ്പിരിറ്റ് പറയാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ നിങ്ങൾക്ക് പ്രമാണമില്ല. ആത്മാവ് പറയുന്നിടത്ത് തന്നെ സഞ്ചരിക്കണം. ഇന്ന് പകൽക്കാലം അകം കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നവർ കണ്ടോ? ഈ ആലയത്തിനകത്ത് ഓഫനീം ദൂതന്മാര് ജീവ പ്രൗഢം തേനെ നദീതീരത്തിറങ്ങിയ ദൂതന്റെ അതേ പ്രസൻസ് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ അകത്ത് ഇറങ്ങിയിട്ട് ചിലതിനെ ചലിപ്പിക്കുകയാണ്. ചിലതിനോട് മൂവ് ഫോർവേഡ് എന്ന് പറയുന്നു, ചിലതിനോട് സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് പറയുന്നു. നിന്റെ കാല് വഴുതി പോകത്തില്ല, നിന്റെ കാല് വഴുതി പോകത്തില്ല. റേലകലക ശരഗതിയാണ്. യോറോഖോബോലോ യറഖമാന തെരേഗര ശരേഗല തെരേബല അടരഗ ബലഗ ശംദര ഹന്ദ പ്രൗഢ. നിങ്ങൾ അവിടെ നിന്ന് സ്വത്രകാല അടുത്ത ദിവസങ്ങളിൽ എഴുന്നേൽക്കാനാ നിങ്ങളൊപ്പോട് പറയുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. ഓ ശരാഖരാധിയാലകം ധുരാധികാരികൾ കസേരികാമന ഘടരകം ധുര. എന്തിനാ ഇത്രയും വേദനയിൽ കൂടെ കടത്തി വിട്ട് തന്നെ ആ വിഷൻ കാണിച്ച് മുൻപോട്ട് നടത്തുന്നത്? നോക്ക്, അടുത്തത് നീ കാണാൻ പോകുന്നത് അസ്ഥികൾ നിറഞ്ഞ താഴ്വരയാ. അതിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ, അതിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവിക ദൂതന്മാരുടെ പ്രസൻസ് അറിച്ച് മുൻപോട്ട് പോകാൻ ചില സിറ്റുവേഷനെ പർപ്പസ്ഫുള്ളി ദൈവം ഒരുക്കുന്നതായിട്ട് കരുതിയാൽ മതി. ഇത് അടുത്തത് കാണാൻ പോകുന്നത് ജീവനുള്ള സൈന്യത്തെയാണ്. അവിടെ കൊണ്ട് നിർത്തുമ്പോൾ കാൽമുട്ട് വിറയ്ക്കാതിരിക്കണമെങ്കിൽ
ശക്തിയോടെ അതരം തുറന്ന് പ്രവചിപ്പാനുള്ള കൃപാവരം അകത്തിട്ടിരിക്കാൻ നിങ്ങൾ മിണ്ടാതിരിക്കരുത് കേട്ടോ. അകത്തളങ്ങളിൽ കിടക്കുന്ന കൃപാവരങ്ങളെ ഈ ദിവസങ്ങളിൽ ജ്വലിപ്പിക്കണം. ചില സാഹചര്യത്തെ നോക്കി ശക്തിയോടെ പ്രവചിക്കണം. അസ്ഥിയോട് വന്ന് ചേരണം. അവിടം കൊണ്ട് നിർത്തരുത്. മജ്ജയും മാംസവും വെച്ചു പിടിക്കണം. അവിടം കൊണ്ട് നിർത്തരുത്. കാറ്റുകൾ വന്ന് 4 ഭാഗത്തു നിന്ന് നിഹതമായി ജീവിക്കേണ്ടതിന് ഊതണം. അത് ജീവനുള്ള സൈന്യമായി നിൽക്കുന്നത് നിങ്ങൾ കാണണം. അതേപോലത്തെ അനോയിന്റിങ്ങിന്റെ അതോറിറ്റിയുടെ ലാംഗ്വേജിനെ അതരത്തിനകത്ത് പകരത്തക്ക നിലവാരത്തിനകത്ത് നോക്ക്, നിങ്ങൾക്ക് വരുന്ന വിഷയങ്ങളുടെ ആഴമനുസരിച്ച് അതിനെ നേരിടേണ്ടത്. എല്ലാറ്റിലും ഒരേ രീതിയിലല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനാ ശൈലികളെ മാറ്റാൻ ദൈവമക്കൾ പഠിച്ചിരിക്കണം. അത് കയറി വരുന്ന വിഷയങ്ങൾ, അതിന് ഡിസേർണിംഗ് സ്പിരിറ്റ് വേണം. എല്ലാറ്റിനും നമുക്ക് ഒരേ ശൈലിയാ. കർത്താവ്, നീ എല്ലാം അറിയുന്നല്ലോ, ഇത് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റണേ. ഞങ്ങൾക്ക് പിടിച്ചിട്ടുള്ള ശക്തിയില്ലെന്ന് നീ അറിയുന്നല്ലോ. പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യുമെന്ന്. നോക്ക്, കയറി വരുന്നത് എന്താണെന്ന് അനുസരിച്ച് വേണം. അതോറിറ്റിയുടെ ലാംഗ്വേജ് എടുക്കേണ്ടത് അത് തന്നെ എടുക്കണം. യാചിക്കേണ്ടടുത്ത് യാചിക്കണം. അധികാരത്തിൻ്റെ ഭാഷ എടുക്കേണ്ടടുത്ത് അതെടുക്കണം. ആമേ. മാറാൻ കൽപ്പിക്കാനാ നിയോഗമെങ്കിൽ കൽപ്പിക്കണം. റൈറ്റ് പാസ്റ്റർ? അതിനുള്ള അതോറിറ്റി തന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, അവിടെ ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ടോ? പാസ്റ്റേഴ്സ്, only for pastors, only for prophets, only for apostles? No. നിങ്ങൾ വാഗ്ദത്തം കേട്ട് ഇറങ്ങിയ നിങ്ങൾ, നിയോഗത്തോടെ പുറപ്പെട്ട നിങ്ങൾ, ഈ ഭൂമിയിൽ എന്ത് കെട്ടിയാലും അത് അവിടെ. ഈ കെട്ടുക എന്നുള്ളതിന് ഞാൻ വായിച്ച ട്രാൻസ്ലേഷനിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. ആമേൻ സ്തോത്രം. കെട്ടുക എന്നുള്ളതിന് മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നെങ്കിലോ ആമേൻ സ്തോത്രം, അതിൻ്റെ ആമേൻ സ്തോത്രം ഒരു നല്ല ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. പ്രൊഹിബിറ്റ് ചെയ്യുക. എന്തോ പ്രൊഹിബിറ്റിൻ്റെ തനി മലയാളം വാക്കെന്തുവാ? നിരോധിക്കുക. വാഗ്ദത്തത്തിനെതിരെ കയറി വരുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. അത് അവിടെ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ആമേ. അഴിക്കുക എന്നുള്ളതിന് ഞാൻ നല്ലൊരു ട്രാൻസ്ലേഷൻ പറയാം. പെർമിറ്റ് ചെയ്യുക. എന്തോ പെർമിറ്റിന്റെ തനി മലയാളം വാക്ക്? അനുവദിക്കുക. നിങ്ങളുടെ മേലുള്ള സകല വാഗ്ദത്തങ്ങളെ, മോളെ ഞാനൊരു കാര്യം പറയാം. കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം. ഞാൻ നിന്റെ മേൽ വ്യക്തിപരമായ ഒരു പ്രവചനം പറഞ്ഞാൽ, പറയുന്നത് 5 വർഷം നടക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ടൈം സ്വത്രം ഇപ്പോൾ നോക്കണ്ട. ടൈം ഒരു വിഷയമല്ല ദൈവത്തിന് മുൻപാകെ. എന്നായാലും അത് നടന്നിരിക്കും. അങ്ങനൊരു പ്രവചനം നിന്നോട് ദൈവാത്മാവിൽ പറയുന്നതായിട്ട് നിനക്ക് ബോധ്യം വന്നാൽ, അതിനെ റിലേറ്റ് ചെയ്ത് ഒരു സാഹചര്യവും നിന്റെ കണ്ണിന് മുൻപാകെ കണ്ടില്ലെങ്കിലും, വചനത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൈപോലൊരു മേഘം ഇപ്പോൾ തെളിഞ്ഞു വന്നില്ലെങ്കിലും, വെട്ടിയ കുഴികൾ നിറയ്ക്കത്തക്ക നിലവാരത്തിൽ കാറ്റ് കോളുമില്ലെങ്കിലും, നീ ആ ദൂതിനെ എങ്ങനെ റിസീവ് ചെയ്യേണ്ടതെന്നറിയാമോ? വ്യക്തിപരമായ ഒരു പ്രവചനം വന്നാൽ ഇപ്പോൾ തന്നെ നിനക്ക് അതരം തുറന്നതിനെ പെർമിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നീ പെർമിറ്റ് ചെയ്താൽ അത് അവിടെ സ്വർഗം അതിനെ സെറ്റ് ചെയ്തു വെക്കും. പിന്നെ കുട്ടിപ്പിശാചുക്കൾ എത്ര വന്നതിനെ തോണ്ടിയാലും ആ വാഗ്ദത്തം നിറവേറത്തില്ല. കാരണം അത് ഈസ് ഓൾറെഡി ഡൺ. അതവിടെ സെറ്റായി കഴിഞ്ഞതാണ്. മനസ്സിലാകുന്നോ? നമ്മുടെ പ്രശ്നം, നമ്മൾ ഈ ദൂത് അങ്ങോട്ട് കേൾക്കും, എന്നിട്ട് മലയാള മനോരമയെ കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ മനുഷ്യരോട് അതങ്ങോട്ട് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് പിന്നെ ബുദ്ധിയിൽ നിന്നങ്ങോട്ട് ചിന്തിച്ച് കൂട്ടും. നടക്കുമോ? നടക്കത്തില്ലേ? എൻ്റെ സാഹചര്യം വെച്ച് നടക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ലേ? പിന്നെ ഫോൺ വിളിച്ച്, മമ്മി ഇങ്ങനൊരു ദൂത് കേട്ട് നടക്കാൻ വല്ല ഹോപ്പും ഉണ്ടോ? നോ. ഇത് കേൾക്കുന്നുണ്ടെന്നെ പറയണം, ഞാൻ ഇവിടെ വച്ച് ഇതിനെ പെർമിറ്റ് ചെയ്യുകയാണ്.
അയ്യോ, ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. എൻ്റെ ലൈഫിൽ ഇത് വർക്കൗട്ടായ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു 3 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും ദൈവാത്മാവില പറയുന്നതെന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ അവിടെ വച്ച് അതിനെ റിലീസ് ചെയ്ത് പെർമിറ്റ് ചെയ്ത് വെക്കോ. പിന്നെ എത്ര സാഹചര്യം പ്രതികൂലമായി ഓടിയാലും എനിക്ക് ഉറപ്പാ, ഇറ്റ്സ് ഓൾറെഡി ഡൺ. ആമേ. യോസഫിന്റെ സ്വപ്നം കാണിച്ചപ്പോൾ എങ്ങനെ ദൈവമക്കളെ എഴുതി വെച്ചിരിക്കുന്നത്? ഫ്യൂച്ചർ ടെൻസിലല്ല എഴുതി വെച്ചിരിക്കുന്നത്, പാസ്റ്റ് ടെൻസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും നിന്റെ മുമ്പ്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന വണങ്ങി. വണങ്ങി. ആമേ. സൂര്യ ചന്ദ്രൻ അപ്പനും ചേട്ടന്മാരും നിന്റെ മുമ്പിൽ. അത് നടന്നതായിട്ടാ. എവിടെയാ നടന്നത്? സ്വർഗത്തിന്റെ കണ്ണിൽ അത് നടന്നു. അത് നടന്നു. ആ സ്വപ്നത്തെ ദർശനമായി സ്വീകരിച്ച് അതിനനുസരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ പൊട്ടക്കിണർ വന്നാലും, പോത്തിഫന്റെ ഭവനം വന്നാലും, കാരാഗ്രഹം വന്നാലും, അടിമച്ചന്ത വന്നാലും, വിക്കലുകൾ, വാങ്ങലുകൾ, നിംതകൾ വന്നാലും യോസേഫിനറിയാം അത് നടന്നതല്ലേ. ഇനി എനിക്കത് കണ്ടാ മാത്രം പോരെ. നോക്ക്, അവിടെ നടന്നത് നിങ്ങളുടെ നഗ്നമായ കണ്ണിന് മുൻപാകെ കാണാനെടുക്കുന്ന ഒരു സമയം. അതിന് ആ വെയിറ്റിംഗ് സീസൺ എന്ന് പറയുന്നത്. ആ വെയിറ്റിംഗ് സീസൺ നിങ്ങൾ ഒന്ന് ഇത്തിരി ബലത്തോടിരുന്നാൽ അവിടെ നടന്നതിനെ ഇവിടെ കാണിക്കാൻ ദൈവം തയ്യാറാണ്. ആമേ. ആമേ. നമ്മുടെ ടൈം എന്തോ പാസ്റ്ററെ? ഓക്കെ, 10 മിനിറ്റ്സ് 15 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ മെസ്സേജ് കുറച്ച് ദൈവം ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ നിന്ന് 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങളടുത്ത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചിലരുടെ മേലുള്ള ചില തെറ്റിദ്ധാരണകൾ ഇന്ന് പകൽ ദൈവം എടുത്ത് മാറ്റും. ചിലർ ചോദിക്കും, സിസ്റ്ററെ വാക്തത്വം കേട്ട ഫൈറ്റിംഗ് ഇല്ലേ? പിന്നെ വാക്തത്വം കേൾക്കുന്നവർക്കേ ഫൈറ്റിംഗ് ഉള്ളൂ. പട്ടുമെത്തെ കിടന്ന് ഉറങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദുരുപദേശമാണ്. കഷ്ടതയെ കൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷെ വാക്തത്വം കേട്ടവൻ അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കും. എങ്ങനെയാ പിശാച് ഫൈറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ പിശാച് ഫൈറ്റ് ചെയ്യുന്നത്? 1-2 വാക്യങ്ങൾ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഞാൻ വേഗത്തിൽ ആ വാക്യങ്ങളൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കണേ. ഒന്നുകൂടെ തെറ്റി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചോ. നിങ്ങളുടെ വാക്തത്വങ്ങൾക്കെതിരെ എങ്ങനെയാ ഫൈറ്റിംഗ്, എങ്ങനെയാ നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ പറ്റും? എഫേസ്യർ 6:11. പിശാചിന്റെ തന്ത്രം പറ. പിശാചിന്റെ തന്ത്രം എന്ന് പറഞ്ഞേ. പേടിയാ? ഒന്നും വരത്തില്ല, ഇത് ആലയമാ. പറഞ്ഞോ, പിശാചിന്റെ തന്ത്രം. പിശാചിന് എന്തോ ഉണ്ട്? നിങ്ങൾ കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കണേ. പിശാചിന് എന്തോ ഉണ്ട്? കുറച്ചുകൂടെ. പിശാചിന് എന്തോ ഉണ്ട്? തന്ത്രമുണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചു തരാമോ? ദുഷ്ടൻ എന്തോ ഉണ്ട്? പിശാചിന് എന്തോ ഉണ്ട്? പിശാചിന് എന്തോ ഉണ്ട്? പിന്നെന്തോ ഉണ്ട്? തീയമ്പുണ്ട്, തന്ത്രവും ഉണ്ട്. ഇത് രണ്ടും രണ്ടാ. തന്ത്രം വേറെ, അമ്പ് വേറെ. തന്ത്രം എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ്, അത് വേറെ. അമ്പ് വെപ്പൺ വേറെ. സ്ട്രാറ്റജി വേറെ, വെപ്പൺ വേറെ. തന്ത്രമാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. തന്ത്രമാണെങ്കിൽ കേറി വെട്ടാൻ നിൽക്കരുത്. തന്ത്രമാണെങ്കിൽ കേറി യുദ്ധം ചെയ്യാൻ നിൽക്കല്ല മോളെ. തന്ത്രമാണെങ്കിൽ മൽപ്പിടുത്തം പിടിക്കാൻ നിൽക്കരുത്. തന്ത്രമാണെങ്കിൽ എതിർത്തു നിൽക്കാനേ പാടുള്ളൂ. തന്ത്രമാണെങ്കിൽ എതിർത്ത് നിൽക്കാനേ പാടുള്ളൂ. പക്ഷേ വെപ്പണാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് വായിച്ച് ഒരു വചനം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളാം. നോ, വെപ്പണാണെങ്കിൽ കയറി വെട്ടണം. എങ്ങനെ തിരിച്ചറിയും തന്ത്രമാണോ വെപ്പണാണോ? ഇതല്ലേ നമ്മുടെ വിഷയം. അറിയണോ? ഇത് പറയാനായിട്ട് പാസ്റ്റർ ഇനി വിളിക്കത്തില്ലല്ലോ. നോക്ക്, തന്ത്രമാണെങ്കിൽ
അത് ജഡരക്തങ്ങളിലൂടെ ആയിരിക്കും വെളിപ്പെട്ടു വരുന്നത്. തന്ത്രമാണെങ്കിൽ അത് ജഡരക്തങ്ങളിലൂടെ വെളിപ്പെട്ടു വരും. ചിലർ പറയത്തില്ലേ, എൻ്റെ വർക്കിംഗ് പ്ലേസിൽ കൊളീഗ്സിന് ആർക്കും എന്നെ ഇഷ്ടമില്ല, ഞാൻ എന്തോ ചെയ്താലും അവരെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എത്ര നല്ലപോലെ നിന്നാലും ചുമ്മാ എനിക്കിട്ട് പണി തന്നോണ്ടിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ? കാരണം കൂടാതെ ദ്വേഷിക്കുക എന്ന് പറയത്തില്ലേ? ആമേ, ചുമ്മാ ഇറങ്ങുമ്പോൾ അയൽക്കാർ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയത്തില്ല. നോക്ക്, അത് നിങ്ങളുടെ സമാധാനത്തെ കളയാൻ, സ്വസ്ഥതയെ കളയാൻ, നിങ്ങളുടെ സമയത്തെ കളയാനായിട്ട് പൈശാചിക തലങ്ങൾ പുറത്തെടുക്കുന്ന സ്ട്രാറ്റജിയാണ്. അതിനോട് ചുമ്മാ കയറി ആമേ സ്വത്ര തിരിച്ച് 5 പറയുമ്പോൾ ഞാൻ തിരിച്ച് 10 പറഞ്ഞിട്ടേ അടങ്ങത്തുള്ളൂ. എനിക്കൊരു പണി തന്നാൽ തിരിച്ചിട്ട് എനിക്കും കൊടുക്കാൻ നോ 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 യുക്തം ചെയ്യരുത്. അത് ജഡരക്തങ്ങളുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ഓർത്തോണം, അത് പിശാചിന്റെ തന്ത്രമാണ്. അതിനെ വചനം ഉപയോഗിച്ച് എതിർത്തു നിൽക്കാനേ പാടുള്ളൂ. പക്ഷെ വെപ്പൺ അങ്ങനല്ല. അതൊരു ജഡരക്തങ്ങളിലൂടെയും, വെപ്പൺ നിങ്ങളുടെ കൊച്ചാപ്പനിലൂടെ അമ്മാവമ്മയിലൂടെ ഒന്നും അല്ല വെളിപ്പെട്ട് വരുന്നത്. വെപ്പണാണെങ്കിൽ അത് ഡയറക്റ്റാണ്. എങ്ങനെയാ, എന്താ തെളിവ്? ഞാൻ പറയാം. പെട്ടെന്ന് കയറി വരുന്ന ആക്സിഡൻറ്റുകൾ, പെട്ടെന്ന് കയറി വരുന്ന മരണങ്ങൾ, മാറാ രോഗങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതുണ്ട്. പക്ഷേ ഇത് ഞാൻ വേറെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ വേറെ ടോപ്പിക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, ചില വീടുകളിലൊക്കെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. ഈ വർഷങ്ങളോളം തളർന്നു കിടക്കുന്ന രോഗികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും. നമ്മൾ ചെല്ലുമ്പോൾ ഇവർ എണ്ണയും വെള്ളമൊക്കെ വിശ്വാസത്തോടെ എടുത്ത് സിസ്റ്ററെ പാസ്റ്ററെ പ്രാർത്ഥിക്കുന്ന അവരുടെ വിശ്വാസം. നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് യഹോവേ അങ്ങ് റാഫയാകുന്നു, അങ്ങേക്ക് സൗഖ്യമാക്കാനില്ലാത്ത ഒരു കാര്യമില്ലല്ലോ, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ ഈ നിർജീവത്വം വ്യാപരിച്ച ശരീരത്തിനകത്ത് ജീവന്റെ തുടിപ്പ് വരുമല്ലോ, കൈകാലുകളെ യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പല അവസരങ്ങൾക്കകത്ത് പരിശുദ്ധ ആത്മാവ് എന്നെ വിലക്കിയിട്ടുണ്ട്. നമുക്കത് അവരുടെ മുമ്പിച്ച് കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വണ്ടിയിലോ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്താ ദൈവമേ ഒരു സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാഞ്ഞത്? എന്താ കർത്താവെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെ അങ്ങ് വിലക്കിയത്? ദൈവം പറയുന്ന കാര്യം കേൾക്കണോ? ഞാൻ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചായിരുന്നു. നോക്ക്, പൈശാചിക ശക്തികൾ അവരുടെ ആത്മമണ്ഡലത്തിന് വെച്ച് നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം അതവിടെ നിർമ്മിക്കപ്പെടുമ്പോൾ അത് അപകടമായിട്ടോ മരണമായിട്ടോ രോഗമായിട്ടോ, ചില പിള്ളേരൊക്കെ 10ാം ക്ലാസ് വരെ ഭയങ്കര ബ്രില്യൻ്റ്, ഒരു സമയം കഴിഞ്ഞപ്പോൾ കൊച്ചു പഠിക്കുന്നില്ല, കൊച്ചൊരു റൂമിനകത്ത് അടച്ചിട്ടിരിക്കുന്നു. അത് ഒരു മനുഷ്യനിലൂടെ വെളിപ്പെട്ടു വന്നതാണെന്ന് നിങ്ങൾ കരുതരുത്. അതവൻ്റെ വാക്തത്വത്തിനെതിരെ വിരോധമായി ഉണ്ടാക്കിയ ഷാർപ്പൻഡ് ആയിട്ടുള്ള വെപ്പണാണ്. നോക്ക്, അതവിടെ ഉണ്ടാക്കപ്പെടുമ്പോൾ തന്നെ നമ്മൾ അറിയത്തില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം അത് അറിയിച്ചു തരും. എങ്ങനെ അറിയിച്ചു തരും? ഒന്നെങ്കിൽ ഇങ്ങനത്തെ പാസ്റ്റിന് അനുഭവം ഉണ്ടോ? ഞായറാഴ്ച പുൽപ്പിറ്റി കയറി നിൽക്കുമ്പോൾ തലേന്ന് പ്രിപ്പയർ ചെയ്തത് കൂടാതെ ചിലത് അഡീഷണലി പരിശുദ്ധ ആത്മാവ് പറയും. മെസ്സേജിനെ ദൈവം ഡൈവേർട്ട് ചെയ്തു വിടും. അത് അന്ന് അവിടെ ഇരിക്കുന്ന ആരോടെങ്കിലുമുള്ള ശക്തമായ ദൂതായിട്ട് വെളിപ്പെട്ട് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും വേദപുസ്തകത്തിന് ഒരു ഭാഗം എടുക്കുമ്പോൾ കർത്താവ് ഭയങ്കരമായി സംസാരിക്കും. നിന്റെ കോട്ട കാത്തുകൊള്ളുക, സംഹാരകം നിനക്കെതിരെ. അനുഭവമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ, ദുഷ്ടപിശാച് ചുമ്മാ പേടിപ്പിക്കുക, സ്വപ്നം കാണിച്ചെന്ന് പറഞ്ഞ് ഒന്നുകൂടെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലാത്ത ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ അതിലൂടെ ദൈവം അറിയിക്കാൻ ശ്രമിക്കുന്നത് അവിടെ അവരുടെ ലോകത്തുണ്ടാക്കപ്പെടുന്ന വിരോധമായ ആയുധങ്ങളുടെ പല രൂപങ്ങളാണ്. അത് വെപ്പണാണ്. അത് വെപ്പണാണ്. ഇനി കേട്ടോ, അവിടെ അത് ഉണ്ടാക്കപ്പെട്ട് ഇങ്ങോട്ടെടുത്ത് എറിയാൻ പിശാചിന് പെട്ടെന്ന് പറ്റത്തില്ല. കാരണം നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട്.
നമുക്ക് ചുറ്റും തീമതിലുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥന കുറയുന്ന സമയം നോക്കി, ആരാധന കുറയുന്ന സമയം നോക്കി, ബിസി സ്കെഡ്യൂൾ അടിച്ച് നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും മാറി മാറി ചെയ്തിട്ട് ആരാധന, ഐ ആം സോ സോറി ടു സേ ദിസ്, ഇവിടെ വന്നിട്ട് ജോലി ചെയ്യരുതെന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. പക്ഷേ കഴിയുന്നിടത്തോളം ആരാധന മുടക്കാതിരിക്കുക. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് സഭായോഗം ഉപേക്ഷിക്കുന്നത് നോക്കി ആ ഗ്യാപ്പിനകത്ത് ആ വെപ്പൺ എടുത്ത് നിങ്ങളായിരിക്കുന്ന ഭവനത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വാക്തത്വത്തിനെതിരെയോ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പൈശാചിക തലത്തിന് കഴിയും. ആ ഉണ്ടാക്കപ്പെടുകയും എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന ബ്രാക്കറ്റ് പീരീഡിനുള്ളിലാണ് ദൈവം ഇത് നമുക്ക് അറിയിച്ചു തരുന്നത്. അറിയിക്കുന്ന സമയത്ത് എന്തോ വേണം? ഒരു സ്വപ്നം കണ്ട എന്തോ വേണം? നാളെ രാവിലെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കാമെന്നല്ല, ആ സമയം എത്ര ഡീപ്പ് സ്ലീപ്പാണെന്ന് പറഞ്ഞാലും, എത്ര ശരീരം കൊണ്ട് ബലഹീനമാണെന്ന് പറഞ്ഞാലും, ആ സമയം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനയിൽ പോരാടി യുദ്ധം ചെയ്ത് എങ്ങനെയാ യുദ്ധം ചെയ്യുന്നത്? ശരീരം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് കയറേണ്ടടുത്ത് കയറണം. എല്ലാ സ്പിരിച്വൽ റലങ്ങൾക്കകത്ത് നിങ്ങൾ സഞ്ചരിക്കണം. പൈശാചിക കോട്ടകൾക്കകത്തേക്ക് ഇടിച്ചു കയറണം. ആ വെപ്പൺ ഈ ഭൂമിയിലേക്ക് എടുത്തെറിയുന്നതിന് മുൻപ് നിങ്ങൾ അതിനെ നിർവീര്യമാക്കണം. നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യണം. വന്നിട്ട് കിടന്ന് നെട്ടോട്ടമോടാൻ ഇരിക്കരുത്. വരുന്നതിന് മുൻപേ നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യണം. അതിനുള്ള അതോറിറ്റി അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ച് പ്രൊഹിബിറ്റ് ചെയ്യുന്നത് സത്യത്തിൽ ഈ മെസ്സേജ് ഞാൻ ഇന്നിവിടെ പറയാൻ വന്നതല്ല, പക്ഷെ ഇങ്ങനെ കർത്താവ് കൊണ്ടുപോവുക. ശക്തമായ നീക്കങ്ങൾ ഈ വർഷം ഒരുക്കുന്നുണ്ട് കേട്ടോ. തന്ത്രമാണെങ്കിൽ തിരിച്ചറിയാതെ പോകരുത്. വെപ്പണാണെങ്കിൽ സഭ ഒരുമിച്ച് കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിയോഗം തരുമ്പോഴെല്ലാം ഇങ്ങനത്തെ ഉപവാസ പ്രാർത്ഥനകൾ വെച്ച് അതിനെ ക്യാൻസൽ ചെയ്യണം. ഇതിന് തെളിവുണ്ടോ? വചനത്തിൽ നിന്ന് ഞാൻ തെളിവ് പറയാതിരിക്കത്തില്ല. അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പൈശാചിക നീക്കങ്ങൾക്കെതിരെ ശക്തമായി ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അതാ നിയോഗം. സ്തോത്രം. ഒരിക്കൽ ദൈവവും ദൈവത്തിന്റെ പുത്രന്മാരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു സംഘത്തിന്റെ അകത്തേക്ക് പിശാചി ഇടിച്ചു കയറി വന്നു. അപ്പോ ദൈവം ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കേൾക്കണോ? മോളെ നീ പറ. ദൈവവും ദൈവത്തിൻ്റെ പുത്രന്മാരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സന്നിധിയിലേക്ക് സാത്താൻ വരുമ്പോൾ ദൈവം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം എന്തായിരിക്കണം? നിനക്കെന്താ ഇവിടെ കാര്യം? ഇത് ഞാനും എൻ്റെ പുത്രന്മാരും നിൽക്കും, നിനക്കെന്നതാ ഇവിടെ കാര്യം? നീ എന്നത്തിന് ഇങ്ങോട്ട് വന്നേ? അങ്ങനല്ല ചോദിച്ചത്. കണ്ട ഉടനെ ദൈവം ചോദിച്ചത്, നീ എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വച്ചുവോ? കണ്ടോ? ഇയ്യോബ് അതറിഞ്ഞോ? ഇല്ല. പക്ഷേ ഭൂമിയിലെ ഒരു ഭക്തന്റെ മേൽ പൈശാചിക ദൃഷ്ടികൾ പതിഞ്ഞപ്പോൾ തന്നെ അത് പിടിച്ചെടുത്ത ഒരു സ്വർഗീയ തലമുണ്ട്. പിടിച്ചെടുത്തത് മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്തു. ഇന്നും വാക്തത്വമുള്ള ദൈവമക്കൾ മനസ്സിലാക്കിക്കോ, അവിടെ എത്ര വെപ്പണെതിരെ ഒരുക്കിയാലും വാക്തത്വമുള്ള നിങ്ങളുടെ അടുക്കലേക്ക് അത് വരുന്നതിന് മുൻപേ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. ചോദിക്കാനും പറയാനും ഇല്ലാത്തവരല്ല നമ്മൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ വന്ന് തോണ്ടിയിട്ട് മാന്തിയിട്ട് പോകാനുള്ളവരല്ല നമ്മൾ. നമ്മൾക്ക് ഉടമസ്ഥനുണ്ട്. ഞാൻ നിയോഗത്തോടെ നിങ്ങളടുത്ത് ചോദിക്കുകയാ, ഈ ആത്മാവിനെ അടുത്ത തലമുറയിലേക്ക് ഒഴുക്കി വിടാൻ പദ്ധതിയിട്ടിരിക്കെ എല്ലാരും പറയും വരുവാനുള്ള സ്വർഗത്തിൽ നമുക്ക് അവിടെ ചെന്ന് ആനന്ദിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലും ദൈവം കടക്കാരനല്ലത്, ദൈവം തെളിയിക്കുന്ന ദൈവം.
ദുഃഖത്തോടെ നിറയെ പാതാളത്തിലേക്ക് തള്ളിവിടാത്ത ദൈവം നമ്മുടെ ദൈവം. ആമേൻ സ്തോത്രം. നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ വാഗ്ദത്തം ഇരിക്കെ ദുഷ്ടൻ ഒരുക്കുന്ന തീയമ്പുകളെ തന്ത്രങ്ങളെ അറിയിച്ചു തന്ന നിങ്ങൾ പ്രാർത്ഥിച്ച് ജയമെടുക്കുമോ? രണ്ട് ചോദ്യം ഞാൻ എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ. രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിയോഗത്തോടെ ചോദിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കരമുയർത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രം. ഐ വോണ്ട് ഫോഴ്സ് എനിബഡി. ഞാൻ ആരെ ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ കരമുയർത്തണം. ഒന്ന്, ഞങ്ങൾ ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്നും ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്പാൽപ്പം പ്രതികൂലം കടന്നു വന്നാൽ സാരമില്ല, അതിനെയും അതിജീവിക്കുന്ന ഈ അഭിഷേകം ഞങ്ങൾ ക്യാരി ചെയ്യും. രണ്ട്, ആമേൻ സ്തോത്രം. അത് ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപേ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്ന അടുത്ത ജനറേഷനിലേക്ക് ഞങ്ങളത് ഇമ്പാർട്ട് ചെയ്യാൻ തയ്യാറാ. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാ. അങ്ങനെയുള്ളവർ കരമുയർത്തിയേ. അങ്ങനെയുള്ളവർ മാത്രം. ഇത് നിങ്ങൾ ദൈവസന്നിധി എടുക്കുന്ന തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കും എന്നുള്ള തീരുമാനം. നാളെ തൊട്ട് ജോലിയും വേറെ ഇട്ടിട്ട് കംപ്ലീറ്റ് മിനിസ്ട്രിക്ക് ഇറങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എങ്ങനെയാ നിയോഗം, ജോലിയോ ജോലി ഇല്ലാതെയോ, പക്ഷെ എങ്ങനാണെങ്കിലും ദൈവം പറയുന്നവരോട് അതരം തുറന്ന് സുവിശേഷം പറയാനും ആ ആത്മാവിനെ ഇമ്പാർട്ട് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നവരുടെ കരമാണോ ഞാൻ കാണുന്നത്? ഓക്കെ. രണ്ട്, അല്ലേ, നിങ്ങൾ കരം താഴ്ത്തല്ലേ? എനിക്ക് പ്രാർത്ഥിക്കണം. രണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരവും കൂടെ ഉയർത്തിയേ. ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് വേണ്ട രീതി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അത് കാര്യമാക്കി എടുത്തില്ല. എന്നാൽ ഇനി അങ്ങനെ കാണിച്ചാൽ ഞങ്ങളത് ഗൗരവകരമായി കണ്ട് പ്രാർത്ഥിച്ച് പിശാചിനെ തോൽപ്പിച്ച വാഗ്ദത്തത്തിലേക്ക് ഞങ്ങളുടെ തലമുറകളെ കടത്തിവിടാൻ ഞങ്ങൾ തയ്യാറാണ്. കരമുയർത്തിയവർ മാത്രം ദയവായി ആമേ അതിൻ്റെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാമോ? കരമുയർത്തിയവർ മാത്രം. ദൈവം തന്നിരിക്കുന്ന നിയോഗത്തിൽ ഈ തലമുറയിൽ വ്യത്യസ്തമായ അഭിഷേകം ക്യാരി ചെയ്ത് ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കിയാൽ അത് അടുത്ത കുഞ്ഞുങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുമെന്ന് തീരുമാനമെടുത്തവരാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിനു വേണ്ടി നിൽക്കും ഈ തലമുറയിൽ എന്നുള്ള ഈ തീരുമാനത്തെ സ്വർഗം കാണട്ടെ, അതിനെ മാനിക്കട്ടെ. റബ രഗനെ ജഗന വൈഡ ഈ സമർപ്പണത്തെ സ്വർഗം ആദരിക്കട്ടെ. ധരഗദരഗദിയ നഹംതുരേ ബിരേബല അട്ടപരപരബ ശന്തര ഹംദ പ്രൗഢം ചേരി കാലവ റീക്കന വൈഡ തേരിക ലീക്കല റീക്കന അതരഗതിയ നികൽക്കസേ റികാമന അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കി തന്ന ആമേ സത്യ ദൈവമായ യേശുവിനു വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറാ എന്ന് പറയുന്നവർ ആമേ സ്വത്രഹല എഴുന്നേറ്റ് നിൽക്കുന്ന നിങ്ങളുടെ നെഞ്ചത്ത് കരം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയല്ലോ. സ്വർഗീയ ദൂതന്മാരുടെ സംഘം ആനന്ദിക്കട്ടെ, നിങ്ങളോട് ചേർന്ന് പാടട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയെ ദൈവപ്രസാദം. എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ഫേവറുകൾ വന്നു വീഴട്ടെ, ദൈവത്തിന്റെ ഫേവർ വന്നു വീഴട്ടെ. അഭിഷേകത്തിന്റെ അഗ്നിയുടെ ആത്മപകർച്ചയുടെ ദിനങ്ങളിലേക്ക് സഭ ഒരുമിച്ച് നയിക്കപ്പെടട്ടെ. ഉടപര സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തി അടുത്ത തലമുറകളിലേക്ക് കൈമാറാനുള്ള ഒരാത്മീകമായ റൂപ രഗനം ജപനപ ദിഗന അടുത്ത തലമുറകളിലേക്ക് അടുത്ത തലമുറകളിലേക്ക് അടുത്ത തലമുറകളിലേക്ക് അടുത്ത തലമുറകളിലേക്ക് റോബ റിഗൽക്കസെ ദൈവത്തിന്റെ നിയോഗം അടുത്ത തലമുറകളിലേക്ക് ദൈവത്തിന്റെ നിയോഗം അടുത്ത തലമുറയിലേക്ക് ദൈവത്തിന്റെ നിയോഗം അടുത്ത തലമുറയിലേക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓഫനിം ദൂതന്മാരുടെ സാന്നിധ്യം ഓഫനിം ദൂതന്മാരുടെ സാന്നിധ്യം വലിയ ഇംപാർട്ടേഷൻ നടക്കട്ടെ. പ്രവചന ശബ്ദങ്ങളുടെ ഇംപാർട്ടേഷൻ നടക്കട്ടെ. പ്രവചന ദൂതികളുടെ ഇംപാർട്ടേഷൻ നടക്കട്ടെ. പ്രവചന ശബ്ദത്തിന്റെ ഇംപാർട്ടേഷൻ നടക്കട്ടെ. ഇന്ന് പകൽക്കാല പ്രൊഫറ്റിക്കലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിന്റെ മുൻപാകെ തുറക്കട്ടെ. ദേശത്തോട് സഭയോട് വരുവാനിരിക്കുന്ന ദൂതനെ
Hallelujah, hallelujah, hallelujah. Praise the Lord. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Praise the Lord. Hallelujah, hallelujah. Praise the Lord. Hallelujah. Udabaraga Sharagadagala Hamdana Jagana Hardaraja. Udabaraga Sharagadagala Hamdana Jana. Udabaraga Sharagadagala Hamdala Jalagadagala. Udabaraga Sharagadagala Hamdana Jana. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ Hallelujah, ജനത്തിന്റെ hallelujah, ശരീരത്തിനകത്ത് hallelujah. ആത്മാവിന്റെ പകർച്ചകൾ സംഭവിക്കട്ടെ, ജാന. വലിയ ഇംപാർട്ടേഷനുകൾ നടക്കട്ടെ. Hallelujah. ഗ്ലോറിയുടെ റലങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരാത്മാവിന്റെ കൃപ യേശുവിന്റെ നാമത്തിനകത്ത് പ്രവാചക അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. പ്രവാചക അഭിഷേകം, Amen. പ്രവാചക Hallelujah, അഭിഷേകം, hallelujah, ആ, hallelujah. പ്രവാചക അഭിഷേകം. അഭിഷേകത്തിന്റെ നിറവ് പകർച്ച ഓരാബാല തേരാവൈഡേ ആത്മാവിന്റെ റമനച്ചൂര ഇന്ന് താരം പകൽക്കാലം വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. തലമുറകളിലേക്ക് ഇത് വ്യാപരിക്കട്ടെ ദൈവമേ. ഹല്ലേലൂയ. പൈശാചിക ശക്തികളുടെ അടിവേരുകൾ ഇളകുന്ന പകലാകട്ടെ. Hallelujah. ജനത്തിന്റെ വാഗ്ദത്തത്തിനെതിരെ ഒരുക്കുന്ന വെപ്പണുകള് Amen. I cancel it in the mighty name Amen, of amen, amen, Jesus. amen, 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 amen. Hallelujah. We cancel it. Praise the Lord. Cancel it. Praise the Lord. Cancel it. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Udavaraga Sharagadagadala Hartuna Jana. Amdane Jagane Hatana Jalagadagadala Hamdal Jala Shara. Auda Manada Ragada Raja. Auda Manadala Jaladala Judadala Jala. Amen, 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 amen. Baba Shira Bala Vaida Rabale Jibara Barabara Vaida Baram and the Proudam Shira Tara Vaida Regale Shira Baragana. Amen. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Glory to the Lord. Hallelujah. ഈ Praise the Lord. ജനറേഷനിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുമെന്നുള്ള നിങ്ങളുടെ തീരുമാനത്തെ സ്വർഗം മാനിക്കട്ടെ. Amen, എനിക്ക് amen, തന്നിരിക്കുന്ന ഈ അധികാരത്തിനകത്ത് ആമേ എടുത്ത തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിനു വേണ്ടി നിൽക്കുമെന്ന് സമർപ്പിക്കപ്പെട്ട ഇവരെ ആമേ Hallelujah. പിതാവിന്റെയും യേശുവിന്റെ പുത്രന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഞങ്ങൾ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഞങ്ങൾ release all the heavenly blessings upon them. അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബ്ലെസ്സിങ്ങുകളും ഞാൻ ഇവരുടെ മേലെ Amen. റിലീസ് ചെയ്തവരെ അനുഗ്രഹിക്കുകയാണ്. Amen. Hallelujah. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാല് Amen. Hallelujah. സഭയുടെ മേൽ ജയത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പൈശാചിക വെപ്പണുകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Amen. അനുഭവിച്ചുകൊണ്ടിരിക്കാനിടയായി ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അതിന് യാതൊരു വിഘ്നങ്ങളുമില്ലാതെ ഹൃദ്യമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി വചനത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദാസിയിലൂടെ ഇന്ന് കേട്ട വചനം അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചുവെന്ന് പറയാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ചില വാക്കുകൾ ആ വചനത്തെ ദൈവദാസി പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർക്കത് കേൾക്കാം. ഒന്ന്, ഇസബേലിൻ്റെ മുമ്പിൽ ഏലിയാവ് നിൽക്കുമ്പോൾ സ്തോത്രം, ഒരു അന്ധകാര ശക്തി, ഒരു വ്യക്തി തനിക്ക് നേരെ നിൽക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ പകർച്ചയുള്ള വ്യക്തിക്ക് അതിനെ മറികടക്കാൻ ദൈവം കൃപ നൽകും. സ്തോത്രം, ഒരിക്കലും അതിൻ്റെ മുമ്പിൽ കീഴടങ്ങരുത് എന്നിന്ന് ദൈവവചനം കേൾക്കുവാൻ ദൈവദാസിലൂടെ കർത്താവ് ഇടയാക്കി.
സ്തോത്രം. ഏറ്റവും പ്രധാനമായി ഇന്ന് ദേവദാസി പറഞ്ഞത് തലമുറകളിലേക്ക് പകരുന്ന ആത്മാവിൻ്റെ ബലം, മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ബലം. ആത്മാവിൻ്റെ ബലമില്ലെങ്കിൽ നമ്മളൊന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലെങ്കിൽ ഒന്നുമില്ല. അത് ദേവദാസിയെ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ കേട്ടതും, എന്തെങ്കിലും മാതാപിതാക്കൾക്ക് കൈമാറാനുണ്ടെങ്കിൽ അത് തലമുറയ്ക്ക് കൈമാറാനുള്ളത് ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ്. ഇന്നിൻ്റെ ആവശ്യവും അത് തന്നെയാണ്, ആത്മാവിൻ്റെ പകർച്ച. ലോകപ്രകാരം നിങ്ങൾ കോടികൾ കൊടുത്താലും പിന്നത്തേതിൽ നിങ്ങളെ വെട്ടിനുറുക്കി കുഴിച്ചിടുന്ന തലമുറകളാണ്. എന്നാൽ ആത്മാവിൻ്റെ പകർച്ച തലമുറകൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിൽ തകരാൻ ഒരിക്കലും ദൈവം ഇടവരുത്തുകയില്ല. മറ്റ് പ്രധാനപ്പെട്ട, ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതുമായ മറ്റൊരു ഭാഗം കൂടി പ്രിയ ദേവദാസിലൂടെ കേട്ടു. ഒന്ന് തന്ത്രങ്ങളും മറ്റൊന്ന് ആയുധങ്ങളും. എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി. ഞാൻ പറയാം, ഇവിടെ ഇരുന്ന് എത്ര പേർക്ക് ഇന്നത്തെ ഈ വചനം എങ്ങനെയൊക്കെ കേട്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിരുന്നപ്പോൾ മുതൽ എന്തൊക്കെയോ എന്നോട് ഇങ്ങനെ ആ ദേവദാസിലൂടെ ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് തന്നെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നതായിട്ട് എനിക്കങ്ങ് തോന്നുകയല്ല, അത് റിയലാണ്. കാരണം ഞാനതിന് ഫോർമലായിട്ടല്ല പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്ത്രങ്ങൾ മനുഷ്യൻ കൊണ്ടുവരുന്നു, ആയുധങ്ങൾ ദുഷ്ടശക്തികൾ കൊണ്ടുവരുന്നു. ജഡപ്രകാരമുള്ള മനുഷ്യനാണ് തന്ത്രങ്ങൾ മെനയുന്നത്. അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. ഈ തന്ത്രങ്ങൾ മെനയുന്ന വ്യക്തികളെയും അതിൻ്റെ സ്വഭാവങ്ങളെയും ഒക്കെ നമുക്കറിയാം. ആയുധങ്ങളാണെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലിനെ മുന്നമേ ദൈവം അറിയിക്കും. അത് കേൾക്കാനിടയായല്ലോ, ചില മരണങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവം ഒരു ദൂത് തന്നാൽ നിസ്സാരമായി കണക്കാക്കാതെ അതിൻ്റെ മുമ്പിൽ നാം ഉപയോഗിക്കേണ്ട ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം തന്ന ആയുധമുണ്ട്. ലോകപ്രകാരമുള്ള ആയുധമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഏത് പാസ്റ്ററാണ്, ഏത് വ്യക്തിയാണെന്ന് അറിയത്തില്ല, നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ അവരൊരു വാക്ക് പറയുമ്പോൾ അതിലൂടെ ദൈവം ഇടപെട്ടുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ ചില തന്ത്രങ്ങളെ, ചില ആയുധങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും. അതേസമയം തന്നെ നമ്മൾ കണ്ടത് തന്ത്രങ്ങൾ മനുഷ്യൻ കൊണ്ടുവരുന്നു, അത് മനുഷ്യനെ തകർത്ത് കളയുന്നതാണ്. അതിനെ രണ്ടിനെയും ജയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ധാരാളമാണ്. മറ്റൊന്ന്, എനിക്കറിയാം തിരുവത്താഴ് ശുശ്രൂഷ മുമ്പിലുണ്ട്, എങ്കിലും ഈ ചില വാക്കുകൾ ഓർപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കർത്താവ് തരുന്ന ഒന്ന് രണ്ട് ക്രമീകരണങ്ങൾ കൂടി ഞാൻ പറയുവാനും താല്പര്യപ്പെടുന്നുണ്ട്. അനേക ദൈവദാസന്മാരുടെ മക്കൾ ഇവിടെ ഉള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ദൈവം ചലിക്കുന്ന ചില ചക്രങ്ങളായിട്ടാണ് കണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ദൈവദാസന്മാരുടെ മക്കളുള്ളവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ചലിക്കുന്ന ചക്രങ്ങളായി ദൈവം കണ്ടിരിക്കുമ്പോൾ എവിടേക്ക് തിരിയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിക്കുമ്പോൾ കിഴക്കോട്ട് ചിലപ്പോൾ തിരിഞ്ഞെന്നിരിക്കാം, വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ തിരിഞ്ഞെന്നിരിക്കാം. പക്ഷെ നീ തിരിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിന്നെ ചലിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മറ്റുള്ളവരുടെ മേലും ആ കൃപയുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് ചോദിക്കുകയാണ്. പ്രിയ മാതാപിതാക്കൾ ഒരു പക്ഷെങ്കിൽ വളരെ ചെറിയ സഭകളിലൊക്കെ ആയിരുന്നിരിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ ഇരുന്നിട്ടുള്ളത്. എൻ്റെ ഭാഷയിൽ ചാണകം മെഴുകിയ ചെറിയ തറയിലിരുന്നപ്പോഴും നിൻ്റെ അപ്പൻ്റെ മുട്ടിന്മേലിരുന്ന ഇടത്ത് തഴമ്പുകൾ വന്നപ്പോഴും അവരുടെ അകത്ത് കത്തിയ ആത്മാവിൻ്റെ തീയ് അനേക ഭൂതത്താൽ ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചുവിട്ടു. അവരുടെ കൈ തൊട്ടപ്പോൾ അനേക രോഗികൾ സൗഖ്യമായി. അവർ അന്യഭാഷ പറഞ്ഞ് നടന്നപ്പോൾ ഭ്രാന്തനെന്ന് വിളിച്ചെങ്കിലും ആത്മനിറവിൽ അവർ നടന്നു.
അവരുടെ കണ്ണുനീരാണ് നിനക്ക് വിദ്യാഭ്യാസം തന്നത്. അവരുടെ കണ്ണുനീരാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഇന്ന് നിന്നിൽ ആ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഇന്ന് ആ ചക്രം ചലിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ കണിശമെങ്കിലും ഒരു ചെറിയ കണിയെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ സംശയിക്കുന്നെങ്കിൽ നിനക്കത് ശാപമാണ്. നിൻ്റെ കുടുംബത്തിനത് ശാപമാണ്. ആരെയും ഞാൻ ശപിക്കുകയല്ല, പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങരുത്. അതിന് ചലിക്കാൻ നിന്നെ എടുത്തിരിക്കുന്ന ഒരു ചക്രമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടില്ലാത്ത മറ്റാരെയും ഞാൻ പറയുന്നില്ല. ഞാനൊരു ദൈവദാസനായതുകൊണ്ട് ഞാൻ പറയുന്നു, മിനിമം ദൈവദാസന്മാരുടെ മക്കൾ അഭിഷേകം പ്രാപിക്കണം. വിശ്വാസികളോട് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, പാസ്റ്റർമാരുടെ മക്കൾ അഭിഷേകം പ്രാപിക്കണം. നിങ്ങൾ പ്രസംഗിച്ച് സ്നേഹം ചങ്ങലയാകുന്നെന്നും പിന്നെന്തോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാനൊരു സബ്ജക്റ്റ് തന്നാൽ നിങ്ങൾ വേണമെങ്കിൽ 1.5 മണിക്കൂർ എന്ന് പ്രസംഗിക്കും. എന്തുവാ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിലേറ്റവും വലുത് ചിലമ്പുന്ന സ്നേഹം മലന്ന് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അത് പ്രസംഗത്തിന് ഒത്തിരി സമ്മാനം കിട്ടിക്കാണും. പക്ഷെ നിൻ്റെ ഉള്ളിൽ ഇത് ചലിച്ചിട്ടുണ്ടോ? ഈ ആത്മാവിൽ നിനക്ക് ചലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് അതിപ്രധാനമായ ചോദ്യം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാണാതെ പഠിച്ച പ്രസംഗമല്ല വേണ്ടത്, ഒരു കാണാതെ പറയുന്ന കാര്യവുമല്ല വേണ്ടത്. ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ദൈവത്തെ ആരാധിപ്പാനിടയാകണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. നിങ്ങൾ ദൈവിക സന്നിധിയിൽ ആ ദൈവദാസി പറഞ്ഞപ്പോൾ അടുത്ത ഒരു കാൽച്ചുവട് വയ്ക്കാൻ, മുൻപോട്ട് പോകാൻ നിങ്ങൾ തയ്യാറെന്ന തീരുമാനമെടുത്ത പല പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടു. നിങ്ങളോടൊപ്പം ചേർന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഒരു പക്ഷെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ചില സ്വപ്നങ്ങളും ദർശനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനായിരിക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ദാനമായി തരുന്നത്. എനിക്ക് തോന്നുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 1 മാസമോ 2 മാസമോ 1-2 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ഏഞ്ചല എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ്. ഇങ്ങോട്ട് വന്നേ. ഞാൻ വേറെ ചിലരെ കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ മോളാണ്, കണ്ടിട്ടില്ലാത്തവർ അറിഞ്ഞോണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവള് ചില ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 1-2 മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ഭയന്നുപോയി. ആ സ്വപ്നം കണ്ട് ഭയന്നിട്ട് 2 മാസമായത് 2 മാസമായെന്ന് തോന്നുന്നു. 1-2 മാസത്തിന് മുമ്പ് സ്വപ്നം കണ്ടിട്ട് അവൾ ഭയന്നിട്ട് നമ്മുടെ ചർച്ചിലെ ഒരു ഭവനം, അതുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെയൊക്കെയാണ് ദൈവം കാണിച്ചത്. അവിടെ ഗുണ്ടകൾ കടന്നു വന്ന് ആക്രമിക്കുന്ന ഒരു വിഷയമാണ് കാണിച്ചത്. അവൾ വളരെ വിഷമിച്ചു. എന്നിട്ട് രാത്രിയിൽ അമ്മയുടെ കൂടെ പോയി കിടന്നത്. പ്രാർത്ഥിച്ചിട്ട് ആ ഭവനത്തിലുള്ള ചിലരോട്, ഞങ്ങൾ ആ കണ്ട ഭവനത്തിലുള്ള ചിലരോട് ആ വിഷയം ഷെയർ ചെയ്തു. അവരും പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ദൈവദാസി സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അക്ഷരീകമായ ഒരായുധമല്ലായിരുന്നു, ചില തന്ത്രങ്ങൾ അതിനെതിരെ വരികയായിരുന്നു. അവിടെ സന്തോഷത്തെ കെടുത്തത്തക്കവണ്ണം, അവിടെ ആത്മീയ താല്പര്യങ്ങളെ കെടുത്തത്തക്കവണ്ണം ചില തന്ത്രങ്ങളെ, ചില വ്യക്തികളെ തന്നെ ദൈവം ഒരുക്കി. പക്ഷെ അതെന്തിനാണെന്നറിയാമോ? ദൈവം നേരത്തെ കാണിക്കുന്ന ദർശനം അത് ചില ആയുധങ്ങളെ മറികടക്കാനുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ, കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും പറയാം, ദൈവം നിനക്ക് ചില സ്വപ്നങ്ങൾ തന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ നിർത്തിയത്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ദൈവദാസിയൊക്കെ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങളുടെ ബെഡിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായ സന്ദർഭത്തിൽ അവൾ വന്നിട്ട് ഇന്നലെ കണ്ട ഒരു ദർശനം ഇങ്ങനെ പറയാനിടയായി. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടെ പറയാം. രാത്രി ഒരു ദർശനം എന്നോട് ചോദിച്ചു, പപ്പ ഇപ്പോഴെങ്ങാനും ലൈവ് ഒന്നുമില്ല മോനെ? സോറി, കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, താങ്ക് യു. അവൾ എന്നോട് വന്ന് പറഞ്ഞു, പപ്പ ഉച്ച കഴിഞ്ഞപ്പോൾ
ഒരു സ്വപ്നം കണ്ടു. എന്നോട് ഇങ്ങനെ ചോദിച്ചു, അവളൊന്നും അറിഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ചു, സ്നാനം സഭയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സ്നാനം ഉടനെങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. ചില പ്രിയപ്പെട്ടവരെ താല്പര്യം എന്നോട് പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, അതിൻ്റെ മുമ്പിൽ വലിയ പ്രാർത്ഥന ആവശ്യമാണ്. കാരണം ആ സ്നാനവുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്തുള്ള ചില വ്യക്തികൾ ചില പ്രശ്നം ഉണ്ടാക്കുന്നതായി അവളൊരു വെളിപ്പാട് കണ്ടു. രാത്രിയിൽ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം, പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗികമായ ഉപവാസത്തോടായിരുന്നു. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ചില ദർശനങ്ങൾ തലമുറകളെ കാണിക്കും. ദൈവം ചിലരുടെ ജീവിതത്തിൽ ചില ദൈവകൃപ പകരും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇവളെ സ്വർഗത്തിലെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത് 4, 3, 7 പേരുടെ നടുവിലല്ല, ആയിരങ്ങളുടെ നടുവിൽ ദൈവം അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തും. വിശ്വസിക്കുന്നവർക്കൊരു ആമേൻ പറയാൻ പറ്റുമോ? ഡോക്ടർ അനൂക്കന്നത്തൊന്നും ഒന്നും അല്ലായിരിക്കും, അതിനപ്പുറത്ത് ദൈവം ഉയർത്തും എൻ്റെ തലമുറയെ. എനിക്കതിന് നല്ല ഉറപ്പുണ്ട്. മനുഷ്യനല്ല ഒരുത്തനെ ഉയർത്തുന്നത്, സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം കൂടി പറയാം. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ഇവൾ ജനിക്കുന്ന സന്ദർഭങ്ങളിൽ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്നെ ഒരു ദൂതുണ്ട്, അനേകരിലൂടെ തന്നെ ആലോചനകളുണ്ട്. ജനനത്തിന് മുമ്പ് തകർത്ത് കളയാൻ ശ്രമിച്ചത് ഒരു വലിയ ശുശ്രൂഷ ഇവിടെ മേലുണ്ട്. നിങ്ങളുടെ തലമുറകൾ, ദൈവദാസന്മാരുടെ തലമുറകൾക്കെന്ന് പറയാമോ, നിൻ്റെ മേൽ ഒരു തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളതുകൊണ്ടാണ് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. നിന്നെ ഭൗതികമായ മണ്ഡലങ്ങളിൽ നിനക്ക് നിരാശ, എനിക്കറിയാം, ചില കുഞ്ഞുങ്ങളെ അറിയാവുന്നതുകൊണ്ടാണ്, ചില ദൈവദാസന്മാരുടെ തലമുറകളെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് ദർശനങ്ങളെ തരും, ദൈവം നിങ്ങൾക്ക് ആലോചനകളെ തരും. ആരെല്ലാം നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയാലും ഒന്നും മൈൻഡ് ചെയ്യേണ്ട. അവനെ മറികടക്കുന്ന ദൈവശക്തി നിൻ്റെ മേലുണ്ട്. അവനെ മറികടക്കുന്ന ഒരു ദൈവകൃപ നിൻ്റെ മേലുണ്ട്. ഏലിയാവിൻ്റെ മേൽ നിന്നും ഒരു പകർച്ച ഏലീശായുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ആ പാട്ടിൻ്റെ അടികൾ എത്ര അന്വർത്ഥമാണ്. തലമുറയായി എൻ്റെ സ്നേഹിതൻ സാം പടിഞ്ഞാറേക്കര എഴുതിയ ആ പാട്ടിൻ്റെ അടികൾ, സാം പടിഞ്ഞാറേക്കര തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏറ്റവും അനുഗ്രഹീതനായ ദേവദാസൻ എഴുതിയ ആ പാട്ട് ഇവിടെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി. ഞാൻ ദേവദാസന്മാരുടെ മക്കളോടൊരു കാര്യം ചോദിക്കട്ടെ. ദൈവം എന്നിൽ എൻ്റെ പിതാക്കന്മാരിലൂടെയും മാതാക്കളിലൂടെയും കത്തിച്ച തലമുറയായുള്ള ആ അഗ്നി എന്നിൽ കത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരുടെ മക്കൾ എത്ര പേരുണ്ട്? ആ ആത്മാവിൻ്റെ ശക്തി ആഗ്രഹമുള്ളവർ ഒന്ന് കരമുയർത്താം. ദൈവദാസന്മാരുടെ മക്കൾ അഭിഷേകം പ്രാപിച്ചവരൊന്ന് പറയാമോ? അഭിഷേകം പ്രാപിച്ചിട്ടുള്ള ആത്മാവിലുള്ള പ്രിയപ്പെട്ടവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചിലരിരുന്ന് ഞാൻ ദൈവദാസൻ്റെ മോനാണെന്നോ അല്ലയോ എന്നൊക്കെ നോക്കുന്നു. സ്തോത്രം. മോനെ നിന്നെ കൂടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞേ, അല്ലയോ? ആന്നു. സ്തോത്രം. ഞാൻ അങ്ങോട്ട് നോക്കിയില്ല, അവിടെ ആ സംഭവം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. നിന്നെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനൊത്തൊരു സ്വരമാധുരിയൊന്നും കാണത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമില്ല. ദൈവദാസന്മാരുടെ മക്കളായി ചില കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അവർ ഹൃദയത്തിൽ നിന്ന് പാടാൻ പോകുക, തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. ആൻ മുന്നോട്ട് വന്നാട്ട്. റേബയുണ്ടോ? ആൻ മുന്നോട്ട് വന്നാട്ട്. പിന്നെ സ്തോത്രം. ദൈവദാസന്മാരുടെ മക്കളായിട്ടുള്ള റേബയുണ്ട്, മുന്നോട്ട് വന്നാട്ട്. ഇവിടെ മോനെ റോബിനിങ്ങി വന്നേ. സ്തോത്രം. ആദ്യമായിട്ടാണ് വന്നെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്ന് ദൈവദാസന്മാരുടെ മക്കൾ വന്ന്. വേറെ അവനുണ്ടോ? നമ്മുടെ ഗിഫ്റ്റനുണ്ടോ? ഇല്ല. സ്തോത്രം. ജസ്വിനിങ്ങി വന്നേ. ജസ്വിൻ വിൽസൺ ഇങ്ങി വന്നേ. പ്രൈസ്. മറ്റാരെങ്കിലും ഞാൻ ദൈവദാസന്മാരുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ കടന്നു വരിക. സ്തോത്രം. മുനിങ്ങി വാ പ്ലീസ്. ഇവരുടെ മേൽ സിസ്റ്ററെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇവർ ചേർന്ന് ഈ പാട്ട് പാടും. തലമുറയായി യഹോവ യാഹേ നീ എൻ്റെ സങ്കേതം. അറിയാമല്ലോ പാട്ട്, അറിയാമല്ലോ. സ്തോത്രം. ഇവർ ആരാ? ഓ മോനെ പ്ലീസ് ജസ്റ്റ് ഞാൻ ആരുടെയും പേര് വിട്ടുപോയെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സിസ്റ്റർ പ്രാർത്ഥിച്ചാണ് പ്ലീസ്. ഇവർക്ക് വേണ്ടി നിങ്ങൾ കണ്ണുകളെ അടച്ച് ഈ ദൈവദാസന്മാരുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. സിസ്റ്റർ പ്രാർത്ഥിച്ചു. മൈക്രോഫോൺ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ. താങ്ക് ഗോഡ്. സഭ ഒരുമിച്ച് ഇവരുടെ നേരെ കരങ്ങൾ നീട്ടിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം തുറന്നവരെ ബ്ലസ് ചെയ്തേ. നിങ്ങളുടെ ഹൃദയം തുറന്നവരെ ബ്ലസ് ചെയ്തേ. പാസ്റ്റർ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ആമേൻ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിന്ന അഭിഷക്തരുടെ തലമുറകളാണ്. അവരതിനേക്കാൾ ശക്തിയോടെ നിൽക്കട്ടെ. എല്ലാവരും ഹൃദയം തുറന്നു.
പിതാവേ സ്വർഗീയ നല്ല കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവേ കർത്താവേ, സഭയായി ഞങ്ങളെ കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്ന അനുഗ്രഹിക്കുന്നു. അധികാരത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ കർത്താവേ ദൈവം ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഈ ആമേൻ, തലമുറയിൽ ഹല്ലേലൂയ. വ്യത്യസ്തമായ അഭിഷേകത്തെ ക്യാരി ചെയ്യേണ്ടതിന് ആമേൻ. ഹല്ലേലൂയ കർത്താവേ ഈ തലമുറയിൽ വ്യക്തമായ ഹല്ലേലൂയ, നിലപാടോടുകൂടി ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് പകരണമേ, മുൻപോട്ട് പോകേണ്ടതിന് ഹല്ലേലൂയ. ഹല്ലേലൂയ ജാതികളുടെ ദേശങ്ങളെ കൈവശമാക്കുന്ന ആമേൻ. പുരാതന ശൂന്യങ്ങളെ പണിയുന്ന Power of Holy സ്വത്രം Spirit. ഇടത്തോട്ടും വലത്തോട്ടും പരക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ പ്രതിനിധികളായി മാറുന്ന ദൈവത്തിന്റെ ambassadorsകളായി ആമേൻ, മാറുന്ന ഒരു ഹല്ലേലൂയ. ജനറേഷനായി ഇവർ പൊങ്ങി വരട്ടെ ആമേൻ, കർത്താവേ. ഹല്ലേലൂയ. ഒരു പൈശാചിക തലങ്ങൾക്ക് കർത്താവെ തോൽപ്പിക്കാൻ പറ്റാത്ത നിലവാരത്തിനകത്ത് ഞങ്ങൾ bless ഒരു ചെയ്യുന്നു ദൈവ ദൈവമേ. പ്രവൃത്തിയുടെ തലം കർത്താവെ വ്യാപരിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പ്രവൃത്തിയുടെ തലം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആത്മാവിന്റെ ആമേൻ, അഭിഷേകത്താൽ കർത്താവെ ആമേൻ സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഇവർ ഒരുമിച്ച് കർത്താവെ ഒരേ ആത്മാവോട് കൂടി ഒരേ നിയോഗത്തോട് കൂടി ഹല്ലേലൂയ. അത്തരം തുറന്ന് തലമുറ തലമുറയായി ഞങ്ങളെ കൈവിടാത്ത ദൈവത്തെ കുറിച്ച് ആമേൻ, ആമേൻ, പാടി ആമേൻ, വാഴ്ത്തുമ്പോൾ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗം Praise the Lord. സന്തോഷിക്കണം. ഹല്ലേലൂയ. എല്ലാവിധ ബ്ലെസ്സിങ്ങളെ റിലീസ് ചെയ്യുന്നു. ആമേൻ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ആ പാട്ട് ആരൊക്കെ തുടങ്ങാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? തുടങ്ങിക്കണം. മോളെ അടുത്ത് നിന്ന് സെറേസ്, താങ്ക് യു. സ്വന്തം അറിയാവുന്നതുപോലെ ഇതൊരു ട്യൂണിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ മേലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച വെളിപ്പെടേണ്ടതിന് വേണ്ടി നിങ്ങൾ ചേർന്ന് നിന്ന് ആ പാട്ട് പാടിയാട്ടെ. സ്വന്തം യെസ്, നിങ്ങൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോളൂ. ഹല്ലേലൂയ. കരുതും നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും തലമുറ തലമുറയാ കരുതുന്ന സ്നേഹമേ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും നീ എന്നെ സ്നേഹിപ്പാ ഞാനും തുള്ളു നാഥ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളു നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു നാഥ നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഈ ദിവസം ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നു, മോളെ നീ ആദ്യമായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നതിൽ മോനെ നിങ്ങളെ ഇവിടെ ദൈവം നിർത്തിയിരിക്കുമ്പോൾ ദേശത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ചക്രമായി പരിശുദ്ധാത്മ ബലത്തോടെ നിങ്ങൾ യാത്ര ചെയ്യുക. ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവാത്മാവ് തന്ന നിയോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം സ്വപ്നങ്ങൾ തരും, ദർശനങ്ങൾ തരും, വെളിപ്പാടുകൾ തരും. ദൈവം തരുന്ന കൃപ വ്യാപാരം ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വന്നതിൽ ഒത്തിരി സന്തോഷം. സന്തോഷമുള്ളവരുള്ളവരെ ആമേൻ പറയാമോ? സന്തോഷമുള്ളവരെ കൈയൊക്കെ ഉയർത്തി ഒരു നല്ല ആമേൻ പറയാമോ? യെസ്, കൈ അടിച്ചല്ലോ, അതിനും കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ.